happy to see you. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1355 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഡോക്ടർ നിത്യയാണ്. ഡോക്ടർ നിത്യയുടെ ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ നിത്യ നമുക്ക് ധാരാളം ക്ലാസ്സുകൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. കൂടുതലും ഓരോ മെഡിസിനും വളരെ വ്യക്തമാക്കി അതിൻ്റെ ഓരോ മെഡിസിൻ്റെയും ആ ഒരു മാനസിക അവസ്ഥയും എങ്ങനെയാണ് ആ ഒരു മെഡിസിനിലേക്ക് എത്തിച്ചേരുന്നതെന്നും ഒക്കെ വളരെ വിശദമായി നമുക്ക് പടം വരച്ച് കാണിക്കുന്നത് പോലെ തന്നെ മറ്റു മെഡിസിനുമായി കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തി നമുക്ക് വളരെ നല്ല രീതിയിലാണ് ഡോക്ടർ ക്ലാസ് എടുക്കുന്നത്. ഇന്നും ഒരു നല്ല ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ നിത്യയെ ഇന്നത്തെ ക്ലാസ്സിലേക്കായി സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം ഡോക്ടർ. ഓക്കെ മാഡം, സൗണ്ട് ഒക്കെ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്, ഫേസ് ക്ലിയർ ആണ്. ഇന്ന് കുറച്ച് ഉയരമൊക്കെ തോന്നുന്നു. ഓക്കെ 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 ഗുഡ് ഈവനിങ്. ഇപ്പൊ ഇന്ന് നമ്മൾ സാധാരണ കുറെ കഥകളും കോൺസെപ്റ്റ് പ്രിസ്ക്രിപ്ഷനുമാണ് നമ്മൾ സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തന്നെ അതൊരു ബോർ അടിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ജസ്റ്റ് ഫൈബ്രോയിഡ്സ് ഒരു ടോപ്പിക്കും അതിന്റെ ഡിഫറൻഷ്യൽ ഓരോ ഡ്രഗിന്റെയും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഫൈബ്രോയിഡ് കേസ് ഇപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രസന്റ് ചെയ്തപ്പോ നമ്മൾ കൂക്കോൾഡിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഈ സാഡ് എന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. അപ്പൊ സാഡ് എന്താണെന്നൊക്കെ അറിയാനൊക്കെ ഓരോരുത്തർ എൻ്റെ അടുത്ത് പേഴ്സണൽ വാട്സപ്പ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ സാഡിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഫുൾ എടുത്താലേ നമുക്ക് ആ ഒരു കേസ് വെച്ചിട്ട് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് സാഡ് എന്ന് വെച്ചാൽ. അതൊരു എന്നാലും ജസ്റ്റ് ആ ക്യൂരിയോസിറ്റി പലരും ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരും കൂടെ കേൾക്കാൻ ഞാൻ ഈ സാഡ് എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോക്ടേഴ്സ് നമ്മുടെ ഈ ഹോമിയോ ഡോക്ടേഴ്സിന്റെ അടുത്തോട്ട് വരുന്ന കേസുകളില് പിന്നെ ഇത് നോർമൽ ആണോ അബ്നോർമൽ ആണോ അതോ അയാൾ അഹങ്കാരം കൊണ്ട് കാണിക്കുന്നതാണോ അയാൾക്ക് ഇത് മാനസിക വൈകൃതങ്ങൾ ഉള്ളത് കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രസന്റ് സ്റ്റാറ്റസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അതിനകത്ത് വന്നൊരു കേസാണ് സാഡ്. ഈ സാഡ് എന്ന് പറഞ്ഞൊരു കേസ് എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ട്രിവാൻഡ്രത്ത് ശരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ഞങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കൗൺസിലിംഗ് ഫീൽഡിൽ തന്നെ നിൽക്കുന്നവരാണ്, സീനിയേഴ്സ് ആയിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പുതിയ പുതിയ കേസസ് കിട്ടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. പുതിയൊരു സാധനം കയറി വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഓരോ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, അലോപ്പതി ഉണ്ട്, ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ഗ്രൂപ്പുകാരും വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ പോകുന്നൊരു ഗ്രൂപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശാസ്ത്രത്തിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അത് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് രോഗിക്ക് ശാന്തത കൊടുക്കുക. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോ അതിനകത്ത് നമ്മളിങ്ങനെ ഈ കേസ് വന്നപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിയിൽ ഈ സാഡിന് മരുന്നുള്ളൂ എന്നുള്ളതാണ്. ഞാൻ ആ കേസ് അവിടുത്തെ നമ്മുടെ ഡ്രഗിനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ അത് ശരിക്കും ഷോക്കിംഗ് ആയിരുന്നു. കാരണം 18th സെഞ്ചുറിയിൽ സാഡിനെ പറ്റിയുള്ള മരുന്ന് 18th സെഞ്ചുറിയിൽ കണ്ടുപിടിക്കപ്പെട്ടതിനകത്ത് നമ്മുടെ മരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തു ഈ സാഡ് ഞാൻ ജസ്റ്റ് നോട്ടിച്ച് പറയാം. കാരണം ഒത്തിരി ഡോക്ടേഴ്സിനോട് പേഴ്സണൽ വാട്സപ്പ് ചെയ്തു ഈ സാഡ് എന്താണെന്നൊന്ന് പറയാമോ. ഈ സാഡ് എന്ന് പറയുന്നത് ഈ ഒരു തരം മാനസിക അസ്വാസ്ഥ്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുറെ സ്ത്രീകളെ, അതായത് വിമൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് എറണാകുളം കൊച്ചി ഭാഗത്ത് ഇങ്ങനത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ദേ ആർ വെൽ പ്രിപ്പയർഡ് ടു ആക്സെപ്റ്റ് ദീസ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പൊ ഈ വരുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഇവര് പല ടൈപ്പ് ഓഫ് സെക്ഷൽ പ്ലഷേഴ്സ് എൻജോയ് ചെയ്ത് they can't go on with the normal sexual pleasures. ഇനി അവർക്ക് എൻജോയ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ ചെന്നെത്തപ്പെടുന്ന ഒരു ഇതാണ് സാഡ് എന്ന് പറയുന്നത്. ഇവരെന്താ ചെയ്യണേന്ന് വെച്ചാൽ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിപ്പയർഡ് ആയിട്ടുള്ള സ്ത്രീകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീകളുടെ
എന്താ ഡിസ്ചാർജസ് ഫ്രം ദ പ്രൈവറ്റ് പാർട്സിൽ നിന്നുള്ള ഡിസ്ചാർജസ്, അത് യൂറിനേറ്റ് ചെയ്യാനും ഒക്കെ ഇവര് പോയി നിന്ന് കൊടുത്തിട്ട് അവരെ കൊണ്ട് യൂറിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു വൈകൃതമാണോ എന്ന് അറിയത്തില്ല. അതായത് ഒരു പെർവേർഷൻ ആണത്. എന്ന് വെച്ചാൽ ഇവരെ ഈ ചെല്ലുന്ന കസ്റ്റമറിന് ആ മറ്റേ സ്ത്രീ എന്ന് പറയുന്ന ലേഡിയുടെ കയ്യിൽ നിന്ന് ഉപദ്രവം ആഗ്രഹിക്കുന്നു. അവരുടെ ഡിസ്ചാർജസ് ഇവിടെ പുറത്തോട്ട് ഒഴിക്കാൻ അവർ സമ്മതിക്കുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വൈകൃതം. കുക്കോൾഡിന്റെ തന്നെ വേറൊരു വേർഷനാണ് സാഡ് എന്ന് പറയുന്നത്. ഇവരുടെ ഈ സ്ത്രീകൾ ഈ ചെല്ലുന്ന പുരുഷന്മാരെ ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് അടിക്കാനും ഇടിക്കാനും ഉപദ്രവിക്കാനും സമ്മതിക്കുന്നു. കാരണം എന്തോ, ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവർ ഇതിലോട്ടൊക്കെ പോയി ദേ വിൽ ബി ഡിപ്രസ്ഡ്. ചിലപ്പോൾ നെർവ്സ് ഒക്കെ നമ്പായിട്ടുണ്ടാവും. മേ ബി സം അഡിക്ഷൻസ് ഒക്കെ ആയിട്ട് നെർവ്സ് നമ്പായി കാണും. അപ്പം എനിക്ക് തോന്നുന്നു അത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിരിക്കും ഇവര് പെയിൻ ചോദിച്ചു വാങ്ങിക്കുന്നു. അതേപോലെ പല കാര്യങ്ങളും ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് നെഗറ്റീവായിട്ട് നമ്മൾ ഒരിക്കലും ഒരു പുരുഷൻ അങ്ങനെ ചെയ്യുമോ എന്ന് നമ്മൾ പേടിക്കും. ആ രീതിയിലുള്ള ഒരു വൈകൃതം, അത് വളരെ ഡീപ്പാണ് അതിന്റെ ഒരു പതോളജി. അപ്പൊ അതാണ് സംഭവം സാഡ് എന്ന് പറയുന്ന പെർവേർഷൻ. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഈ സാഡിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിനൊരു കേസ് തന്നെ നമുക്ക് വന്നു സാഡ്. പക്ഷെ നമ്മുടെ മെഡിസിനിൽ തന്നെ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ആ കേസിൽ വന്നു. ഇലക്ഷൻ ട്രീറ്റ്മെന്റ് എടുത്ത കേസാണ്, ബട്ട് ഇറ്റ് കെയിം ബാക്ക്, നോർമൽ അവസ്ഥയിലോട്ട് വന്നു. അപ്പം ആ സാഡിന്റെ കേസ് ഞാൻ വേറൊരു ദിവസം അതിൽ എക്സ്പ്ലെയിൻ. ഇന്നിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫൈബ്രോയിഡ്സ് ആണ്. ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ നമുക്കറിയാം മയാസം എന്താണ്, ഫൈബ്രോയിഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ദാറ്റ്സ് ഓൾസോ ബിഗ് ക്വസ്റ്റ്യൻ. കാരണം ഫൈബ്രോയിഡിനകത്ത് എന്തായാലും ഗ്രോത്ത് വന്നിരിക്കുകയാണ്, ഇറ്റ്സ് എക്സ്ട്രാ ഗ്രോത്ത് അല്ലെങ്കിൽ അബ്നോർമൽ ഗ്രോത്ത് വന്നിരിക്കുക. അപ്പം അങ്ങനത്തെ കേസസ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഗീവ് ദ കോൺസൾട്ടന്റ് റെമഡി. കോൺസൾട്ടന്റ് റെമഡി കൊടുക്കാതെ അതിനകത്ത് നമ്മൾ അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ എന്ത് കൊടുത്താലും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക്സ്. അത്ര നല്ല ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. പക്ഷേ ഫൈബ്രോയിഡ് നമുക്ക് ഒരു ലെവൽ അപ്പുറത്ത്, ഉദാഹരണത്തിന് 18 മില്ലിമീറ്ററിന് അപ്പുറത്തോട്ടൊക്കെ പോകുന്നതിന് മുമ്പത്തെ സ്റ്റേജിൽ നമുക്ക് ഫൈബ്രോയിഡ് സൂപ്പറായിട്ട് ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. ഈവൻ അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, പെൻഡ്രേജിയ, മെട്രേജിയ, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ ഹോമിയോ മെഡിസിൻസ് കൊണ്ട് ഭയങ്കര വണ്ടർഫുൾ ക്യൂർ കിട്ടുന്ന കാര്യമാണ്. പക്ഷേ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ മെട്രേജിയ ഇങ്ങനത്തെ കേസസിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ജസ്റ്റ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ടിഞ്ചേഴ്സ് കൊടുത്തുകൊണ്ടിരുന്ന ആ കേസ് വലുതായിട്ട് ഹീൽ ചെയ്യത്തില്ല. ഹീൽ ചെയ്യും, പക്ഷെ കം ബാക്ക്, അത് റിക്കവർ ചെയ്ത് വീണ്ടും തിരിച്ചു വരും. അപ്പൊ പേഷ്യന്റിനെ നമ്മൾ എന്തായാലും പേഷ്യന്റ് ഒരിക്കലും പറ്റിക്കാൻ പാടില്ല. വി ഹാവ് ടു, ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ നമുക്ക് എന്ത് കാര്യത്തിന് നമുക്കൊരു ജെനുവിനിറ്റി വേണം. മണി പവർ മാത്രമല്ല അതിനകത്ത്. ആ പേഴ്സൺ ഒരിക്കലും സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല. ആ പേഷ്യന്റ് ഒരു 3, 4, 5 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അത്രയും ഇമ്പ്രൂവ്മെന്റ് യൂട്രസിലോട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അതിന്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗോ ഫോർ ദ മിയാസം. സോ വാട്ട് ഈസ് ദ മിയാസം? യൂഷ്വലി ഇപ്പൊ ഡീജനറേറ്റീവ് ചേഞ്ചസിലോട്ടൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോബബ്ലി ഇത് പ്രൊജക്ടിങ് മിയാസം എന്ന് പറഞ്ഞ സൈക്കോസിസ് ആണ്. കാരണം അബ്നോർമൽ ഗ്രോത്ത് അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ കേസിൽ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ഇപ്പോഴത്തെ ഫേസ് ആണ് നോക്കേണ്ടത്. ഹൗ ദ പേഷ്യന്റ് ഇസ് സ്റ്റാൻഡിങ് നൗ. ഇപ്പോഴത്തെ അവരുടെ മെന്റൽ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ വാട്ട് വി ഹാവ് ടു സീ ഇസ് ദാറ്റ് നമ്മൾ പലപ്പോഴും കേസ് എടുക്കുമ്പോൾ പേഷ്യന്റ് വെന്റ് ത്രൂ എ ലോട്ട് ഓഫ് ട്രോമ. പേഷ്യന്റ് അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, ഓക്കെ, ദാറ്റ്സ് all good, but now what is the face and how the patient is reacting to the stimuli, അല്ലെങ്കിൽ ഇമോഷൻസിനോട് പേഷ്യന്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിന് പറ്റിയൊരു കോൺസൾട്ടന്റ് റെമഡി കൊടുക്കുമ്പോൾ ദ കേസ് വിൽ ഓപ്പൺസ്. പക്ഷെ ഇവിടെ കുഴപ്പം എന്താണ്, ഗ്രോത്ത് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഉണ്ടായ ഗ്രോത്തിനെ നമ്മൾ കോൺസൾട്ടന്റ് റെമഡി കൊടുക്കുമ്പോൾ എന്താണ് ഇവരുടെ മെയിൻ പ്രോബ്ലം എന്താണ്, ഇവർക്ക് തോട്ട് പ്രോസസ്സ് ഭയങ്കര കൂടുതലോ അല്ലെ പെർവേർട്ടഡ് തോട്ട്സോ എക്സൈറ്റഡ് തോട്ട്സോ എക്സാജറേറ്റഡ് തോട്ട്സോ ഇമോഷൻസ് ആണ് ഇവരുടെ പ്രശ്നം. സോ വി ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ഇറ്റ്. ആ ഒരു തോട്ടിന് നമ്മളിപ്പോ പലപ്പോഴും യൂഷ്വലി നമ്മുടെ അടുത്ത് വരുന്ന പല കേസസും കാണുമ്പോൾ അപ്പൊ അവര് പറയാറുള്ളതെന്ന് വെച്ചാൽ, ഡോക്ടർ ഞങ്ങള് പിന്നെ എനിക്ക് എന്തോ ഞാനിപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് വയലന്റ് ആവുന്നു, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, എനിക്ക് മെയിൽസിനോട് ഭയങ്കര വെറുപ്പാണ്, അല്ലെങ്കിൽ ഞാൻ ഒട്ടും പ്രതികരിക്കുന്നില്ല, ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇങ്ങനെ പറയുന്ന ഓരോ റിയാക്ഷൻസിലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഷ്യന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ശരിയല്ല. ഇപ്പൊ നമ്മൾ തെറ്റെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ പലത് ശരി കാണും. അപ്പൊ നമ്മൾ ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് ആലോചിച്ച് കൂട്ടിയത് മൊത്തം ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പൊ നമ്മൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക ദാറ്റ് വാട്ട് ദേ ആർ ഗോയിങ് ടു ദ ഫേസ് ഇസ് റൈറ്റ് ഓർ റോങ് എന്ന് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണം. സോ ദേ ലെറ്റ് ദം സ്റ്റോപ്പ് ദ തോട്ട് പ്രോസസ് ദേർ. ഓക്കെ, പിന്നെ പാസ്റ്റ് അങ്ങ് പോട്ടെ, പാസ്റ്റിന്റെ കാര്യത്തെ പറ്റി ഓവർ റിവൈൻഡ് ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ യു ഹാവ് ടു ഗോ ഫോർ ദ കോൺസ്റ്റൽ റെമഡി. അപ്പൊ കോൺസ്റ്റൽ റെമഡി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സാധനം അവിടെ ഗ്രോത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ആ ഇരിക്കുന്ന ഗ്രോത്തിനെ നമുക്ക് അബ്സോർബ് ചെയ്യുകയോ ഒട്ടി ബ്ലീഡിങ്ങിന്റെ കൂടെ പുറത്തു പോവുകയോ അത് അത് ഏത് രീതിയിലായാലും വി ഹാവ് ടു ഡിസോൾവ് ദ ഗ്രോത്ത്. അത് ഗ്രോത്ത് ഡിസോൾവ് ചെയ്തേ പറ്റൂ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ദ ഗ്രോയിങ് പ്രോസസ് വിൽ സ്റ്റോപ്പ് ദെയർ. അവിടെ വെച്ച് നിൽക്കും. പിന്നെ വളരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് റെമഡി ട്രീറ്റ്മെന്റ്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ ഗ്രോത്തിനെയും നമ്മൾ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? അതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പോ വിചാരിക്കും നമ്മുടെ അടുത്ത് വരുന്ന ഒരു ആളിന്റെ യൂട്രൈൻ ഗ്രോത്തിന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പൊ ആ ഗ്രോത്തിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, എങ്ങനെ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് എങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നോക്കേണ്ടത് ഇഫ് ദർ ഈസ് ഹാവിംഗ് യൂട്രൈൻ ഹൈപ്പർട്രോഫി വി ഹാവ് എ ഡ്രഗ്, നമുക്ക് മെഡിസിൻ ഉണ്ട്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ഇപ്പൊ ആ പേഷ്യന്റിന് ഒരു ഗ്രോത്ത് ഉണ്ട്, പേഷ്യന്റിന്റെ മെൻസൽ ഡിസ്ചാർജിൽ കൂടെ നമുക്ക് ആ പേഷ്യന്റിന്റെ ഗ്രോത്തിന്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കി ഡ്രഗ് കൊടുക്കാൻ പറ്റും. അതിനൊക്കെ പറ്റിയ എല്ലാ ഡ്രഗ്സും നമ്മുടെ ഹോമിയോപ്പതിയിലുണ്ട്. അപ്പൊ ഓരോ ഡ്രഗ്സും എങ്ങനെ ഇറ്റ് വിൽ ബി ഡിഫറൻഷിയേറ്റഡ് ഞാൻ പറയുന്നത് വളരെ സ്ലോലി ഞാൻ പറയാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കാച്ചപ്പ് ചെയ്ത് എടുക്കാൻ ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം വെച്ചാൽ ഞാൻ പോയിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നും ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ഞാൻ കളക്ട് ചെയ്ത് എടുത്തു വെച്ച കുറച്ച് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസും അതിന്റെ ഡ്രഗ്സും ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് ഒ പിയിൽ വരാറുണ്ട്. വി ആർ ഗെറ്റിംഗ് ദീസ് സിംറ്റംസ്. അത് വെച്ചിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടുന്ന ഡ്രഗ്സും മാത്രം, നമുക്ക് അവൈലബിൾ ഡ്രഗ്സ് ആയിട്ടുള്ള ഡ്രഗ്സ്, പേര് നമുക്ക് ചെവി കൊള്ളാത്ത ഡ്രഗ്സിന്റെ സിംറ്റംസ് നമ്മൾ പറഞ്ഞിട്ട് ഒന്നും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ അത് ഐ എം ജസ്റ്റ് പോയിന്റിങ് ഇറ്റ് ഔട്ട്. സോ അപ്പൊ നമുക്ക് ആ ട്രീറ്റ്മെന്റിലോട്ട് ജസ്റ്റ് ഒന്ന് പോകാം. നമ്പർ 1 ഈസ് അസറ്റിക് ആസിഡ്. നമ്മൾ അധികം ഈ പറഞ്ഞ ഫൈബ്രോയിഡ് ഗ്രോത്തുകൾക്ക് അധികം ഉപയോഗിക്കാത്തൊരു ഡ്രഗാണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ അസറ്റിക് ആസിഡ്. എങ്ങനെയാണ് അതിന്റെ സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള റെമഡിയാണ്. എന്തിനാണ്? ലിക്വിഫൈങ് ദ ഫൈബ്രനസ് ഗ്രോത്ത്. ഇപ്പൊ ഫൈബ്രോയിഡ് ഗ്രോത്തുകളെ അലിയിപ്പിക്കാനുള്ള ഭയങ്കര കഴിവുള്ള ഡ്രഗാണ് അസറ്റിക് ആസിഡ്. അപ്പൊ ഈ അസറ്റിക് ആസിഡ് എങ്ങനെ കൊടുക്കണ്ടേ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഹൈ പവേഴ്സും നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താ ചെയ്യുക? ഈ പറഞ്ഞ ഡ്രഗ്സ് ഒരു മീഡിയം പൊട്ടൻഷ്യലോ മോഡറേറ്റ് പൊട്ടൻഷ്യലോ കൊടുത്തിട്ട് ആ ഗ്രോത്തിനെ അലിയിപ്പിക്കാൻ കഴിവുള്ള ഒരു ഡ്രഗാണ് അസറ്റിക് ആസിഡ്. ദാറ്റ് ഈസ് എ സ്ട്രൈക്കിംഗ് പോയിന്റ്. ലിക്വിഫൈങ് ദ ഫൈബ്രനസ് ഡെപ്പോസിറ്റ്. ഞാൻ വളരെ റെഡ് ലൈൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്നാൽ മാത്രമേ നമുക്ക് തലയിൽ നിൽക്കത്തുള്ളൂ. ഒരുപാട് കാടുകയറി പറഞ്ഞ ഒരു ഡ്രഗും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, വളരെ സ്ട്രൈക്കിംഗ് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഞാൻ അടുത്ത സിംറ്റംസ് പറഞ്ഞിട്ട് നിങ്ങൾ അപ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കൂ ഡ്രഗ് ഏതാണെന്ന്. Formation of hard cancerous tissue due to overgrowth of fibrous tissue. ഈ ഫൈബ്രസ് ടിഷ്യൂ ചുമ്മാ വളർന്ന് ഇരിക്കുന്ന സാധനത്തിനെ അലിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗാണ് അസറ്റിക് ആസിഡ്. പക്ഷെ അത് ഗ്രോ ചെയ്ത് ഗോ ടു ക്യാൻസറസ് ഫേസിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദ ഡ്രഗ് ഈസ് ആർസനിക് ആൽബം. അതാണ് സെക്കൻഡ് ഡ്രഗ്, ആർസനിക് ആൽബം. ഇനി അടുത്ത ഡ്രഗ് എന്ന് വെച്ചാൽ യൂട്രൈൻ എൻലാർജ്. അത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യൂട്രൈൻ ഹൈപ്പർട്രോഫി. യൂട്രൈൻ ഹൈപ്പർട്രോഫി പ്ലസ് വജൈനൽ സ്പാസം. ഫൈബ്രോയിഡ് ഉണ്ട്, യൂട്രസ് നോക്കുമ്പോൾ യൂട്രൈൻ ഹൈപ്പർട്രോഫി ഉണ്ട്. ദെൽ ബി വജൈനൽ സ്പാസം വിത്ത് കോൺസ്റ്റന്റ് വജൈനൽ ഡിസ്ചാർജ്. അതിനെ കൂടെ ചില ആൾക്കാർ വന്ന് പറയും, ഡോക്ടർ നമ്മൾ നോക്കുമ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടാവും ആൻഡ് ദെൽ ബി ഹാവിംഗ് വജൈനൽ ഡിസ്ചാർജ് ഓവറായിട്ട് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഡ്രഗ് ഈസ് ഓറമൂർ. നോട്ട് ഓറമൂർ നൈട്രോണേറ്റ്, സിംപ്ലി ഓറമൂർ. ഇതൊക്കെ നമുക്ക് യൂഷ്വലി അവൈലബിൾ ഡ്രഗ്സ് ആണ്. അവൈലബിൾ അല്ലാത്ത ഡ്രഗ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് ഈസ് കൽക്കേരിയ ആഴ്സ്. കൽക്കേരിയ ആഴ്സ് എന്ന് പറയുന്ന ഡ്രഗ് ഭയങ്കര യൂസ്ഫുൾ ഡ്രഗാണ് ഫൈബ്രോയിഡിന്. എന്താണ് അതിന്റെ ഇൻഡിക്കേഷൻ? കുറച്ച് ഫാറ്റ് ഫ്ലഷി വിമന് വിത്ത് ഫൈബ്രോയിഡ് നമ്മുടെ അടുത്ത് വരുന്നെങ്കിൽ ഫസ്റ്റ് തലയിലോട്ട് പോകേണ്ട ഡ്രഗ് കൽക്കേരിയ ആഴ്സ് ആണ്. അപ്പോ ഇതിന്റെ കൂടെ നമ്മൾ ഇതിനകത്ത് എപ്പോഴും നമുക്ക് ഇപ്പൊ നമ്മൾ ഫൈബ്രോയിഡ് മെഡിസിൻ പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഗോ ഫോർ ദ കൺകോമിറ്റന്റ് ആൻഡ് മൊഡാലിറ്റീസ്. എന്തെങ്കിലും ഒരു കൺകോമിറ്റന്റും അതിന്റെ കൂടെ റിലേറ്റഡ് മൊഡാലിറ്റി ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഫൈബ്രോയിഡ് ആ കേസ് വരുമ്പോൾ നമുക്ക് ആ മൊഡാലിറ്റി പിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫാറ്റി ഫ്ലാബി ആയിട്ടുള്ള വിമൻ വരികയാണ്, ആൻഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ് ത്രൂ എ ഫേസ് ഓഫ് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി, രണ്ടും ഉണ്ട്. ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്ന കേസ് ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കൽക്കേരിയ ആഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 4 ഡ്രഗ് പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത് നമുക്ക് ലിക്വിഫൈ, നമ്മുടെ ഫൈബ്രസ് ഡെപ്പോസിറ്റിനെ അലിയിക്കാനാണെങ്കിൽ വി ക്യാൻ ഗിവ് ദിസ് അസറ്റിക് ആസിഡ്. ഇപ്പൊ ഈ ഫൈബ്രസ് ഡെപ്പോസിറ്റ് വളർന്ന് ഗോ ടു ക്യാൻസർ സ്റ്റേജ് ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ആസാൽ. ആൻഡ് ഓറമൂറിന്റെ പ്രത്യേകത എന്തായിരുന്നു?
ഓറമൂർ എന്ന് പറയുമ്പോൾ ദേ വിൽ ബി ഹാവിംഗ് വജൈനൽ സ്പാസം വിത്ത് വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ടുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഓറമൂർ. ആൻഡ് കൽക്കേരി ആർട്സ് എങ്ങനെയുള്ളതായിരിക്കും? ഫാറ്റി ഫ്ലാബി വിമൻ, കുറച്ച് വണ്ണമുള്ള സ്ത്രീകളായിരിക്കും, അവർക്ക് ഈ ഫൈബ്രോയിഡ് ഉണ്ട്. അതിന്റെ കൂടെ എന്താ ഇവിടെ പ്രത്യേകത? ദർ വിൽ ബി ഗ്രേറ്റ് ഡിപ്രഷൻ ആൻഡ് ആൻഷൈറ്റി ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കൽക്കേരിയ ആർട്സ്. നെക്സ്റ്റ് ഈസ്, ഇനി അടുത്തൊരു ഡ്രഗ് ആണ്. ഈ ഡ്രഗും നമുക്ക് സിംപ്ലി യൂസ് ചെയ്യാം, ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു ഫൈബ്രോയിഡ് എന്നാണ് കൽക്കേരി അയഡൈഡ്. കൽക്കേരി അയഡൈഡ് എങ്ങനെ ഉപയോഗിക്കുന്ന? കൽക്കേരി അയഡൈഡ് 3x ആണ് കുറച്ചുകൂടെ കൂടുതൽ ആക്ഷൻ. അപ്പൊ കൽക്കേരി അയഡൈഡ് 3x ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്നാ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കുറെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൽക്കേരി അയഡൈഡിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന കൽക്കേരി അയഡൈഡ് ഇൻഡിക്കേറ്റഡ് ഫോർ സ്മോൾ ഫൈബ്രോയിഡ്സ് എന്നാണ്. പക്ഷേ എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ലാർജർ ഫൈബ്രോയിഡ്സിനകത്തും കൽക്കേരി അയഡൈഡ് നല്ലതായിട്ട് ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് നമ്മൾ സാധാരണയായിട്ട് ഈ കൽക്കേരി അയഡൈഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വജൈനൽ ഡിസ്ചാർജിനകത്ത് ഫൈബ്രോയിഡ് പേഷ്യൻസ് വിത്ത് വജൈനൽ ഡിസ്ചാർജ് ഓഫ് യെല്ലോ കളർ വജൈനൽ ഡിസ്ചാർജ് ഉള്ള കേസസിന് വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കൽക്കേരിയ അയഡൈഡ്. ദെൻ എന്താണ്? മെൻസ്ട്രൽ കോളിക്. ചില പേഷ്യൻസ് വന്ന് പറയും മെൻസസ് ആകുന്നതിന്, മെൻസസ് ഡേറ്റിന് ഒരു ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തിന് മുമ്പ് 5 ദിവസം വരെ നല്ല സ്ട്രഗ്ലിംഗ് മെൻസ്ട്രൽ കോളിക് വന്നതിന് ശേഷം മാത്രമേ മെൻസസ് ആകുള്ളൂ. For that also this calcaria added 3x is indicated. Okay. അപ്പോ ഞാൻ ഈ ഓരോ ഡ്രഗ് പോകുന്നതിന്റെ ഒപ്പം തന്നെ റീവൈൻഡ് ചെയ്ത് ഒന്നും കൂടെ ഓർമ്മിച്ച് ഇത് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചൊക്കെ പോകും. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യും, പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ പെട്ടെന്ന് നമ്മുടെ തലയിലോട്ട് കയറി വരും. ഓക്കെ. സോ കൽക്കേരിയ ആഡഡ് ഇൻഡിക്കേഷൻ ഇതൊക്കെയാണ് ഇൻഡിക്കേറ്റഡ് ഫോർ സ്മോൾ ഫൈബ്രോയിഡ്സ്. യൂഷ്വലി സ്മോൾ ഫൈബ്രോയിഡ്സിനാണ് ഇൻഡിക്കേറ്റഡ് വരുന്നത്. ഈ സ്മോൾ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര വരെ പോകുമ്പോഴാണ് സ്മോൾ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്? അതൊരു ക്വസ്റ്റൻ ആണ്. കാരണം നമുക്ക് ഈ ഹോമിയോപ്പതിക്കകത്ത് യൂഷ്വലി ചിലവർക്കൊക്കെ ഫൈബ്രോയിഡ് ഭയങ്കര വലിയ സൈസ് ട്രീറ്റ്മെന്റ് ചെയ്ത് സക്സസ് കിട്ടിയവരൊക്കെ ഉണ്ടാകാം. ബട്ട് യൂഷ്വലി ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു 20 മില്ലിമീറ്ററിന് അപ്പുറത്തോട്ടൊക്കെ ഫൈബ്രോയിഡ് പോയാൽ നമ്മൾ കഴിയുന്നത് ഇന്റർഫിയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം 20 മില്ലിമീറ്ററിന് 22 മില്ലിമീറ്റർ ഒക്കെ പോകും. പക്ഷെ എനിക്ക് 48 മില്ലിമീറ്റർ ഒരെണ്ണം സക്സസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് ഭയങ്കര റെയർ ആണ്. നമുക്ക് സാധാരണ ഒരു 18 മില്ലിമീറ്റർ ഒക്കെ പോയിട്ട് പിന്നെ അത് കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു 3 മാസത്തിന് തന്നെ സ്കാൻ, 4 മാസം മിനിമം ഒരു 4-5 മന്ത്സ് റിപ്പീറ്റ് സ്കാൻ ചെയ്തിട്ട് സൈസ് ചെറുതാവുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുന്നില്ലെങ്കിൽ പിന്നെ വെച്ച് പരീക്ഷിക്കരുത്. കാരണം ഒരു പേഷ്യന്റ് നമ്മൾ ഒരിക്കലും ആകേണ്ട ഇട വരരുത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് ഇസ് കൽക്കേരിയ സൾഫ് 3x. ഇത് ഈ കൽക്കേരിയ അയഡൈഡ് 3x പോലെ തന്നെ വളരെ ഗുഡ് ഇൻഡിക്കേഷൻ. നമ്മൾ ബയോകെമിസ്റ്റിനകത്ത് ഈ യൂട്രൈൻ റെമഡീസ് അല്ലെങ്കിൽ ഫീമെയിൽ റെമഡിക്കകത്ത് ഏറ്റവും കൂടുതൽ പോകുന്ന 2-3 ബയോകെമിക്സിൽ ഒന്നാണ് ദിസ് കൽക്കേരിയ അയഡൈഡ്, അതേപോലെ കൽക്കേരിയ സൾഫ്, പിന്നെ ഒരെണ്ണമാണ് ഫെറം ഫുഡ്സ്. ഇതൊക്കെ ഭയങ്കര ഗുഡ് ആക്ഷൻ ഉള്ളതാണ്. ഓരോന്നിനും ഓരോ സ്ട്രൈക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. സോ നെക്സ്റ്റ് ഈസ് കൽക്കേരിയ സൾഫ്. കൽക്കേരിയ സൾഫിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഈ ഫൈബ്രോയിഡ് വന്നിട്ട് വി ഹാവിങ് സിസ്റ്റിക് ട്യൂമേഴ്സ്. എന്താണ് ഈ സിസ്റ്റിക് ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ? ഇതിപ്പം സിസ്റ്റിക് ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് നോട്ട് ഓൺലി ദിസ് ഒവേറിയൻ ട്യൂമേഴ്സിന് മാത്രമല്ല, നമുക്ക് വജൈനൽ സിസ്റ്റ് അങ്ങനത്തെ കണ്ടീഷൻസിലെല്ലാം കൽക്കേരിയ സൾഫ് നല്ല ഇൻഡിക്കേറ്റഡ് ഡ്രഗ് ആണ്. ഇപ്പൊ കൽക്കേരിയുടെ ഒരു പ്രോപ്പർട്ടിയോ സൾഫറിന്റെ ഒരു പ്രോപ്പർട്ടിയോ ആ പേഷ്യന്റ് ഉണ്ടെങ്കിൽ this biochemics will work on very nicely. That is calcaria sulf. Okay. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ മാഡം? പോയോ? ശൈല മാഡം പോയോ? അല്ലല്ല, എവിടെ ഉണ്ട്. ആണോ? സ്പീഡ് കൂടുതലൊന്നുമില്ല. സ്പീഡ് ഇല്ല റിപ്പീറ്റ് ചെയ്ത് പറയല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ ചിലപ്പോ വിട്ടടിച്ച് പോകും കേട്ടോ. അപ്പൊ ഒന്ന് ബ്രേക്ക് ചെയ്തേക്കണേ. ഓക്കെ. ഞാൻ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തതേ ഉണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് അടുത്തൊരു ഡ്രഗ് ആണ് കൊണിയമാക്. കൊണിയമാക്കും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പം വി തിങ്ക് ദാറ്റ് ഇത്രയൊക്കെ ഈ സാധനത്തിനൊക്കെ ഇത്ര ആക്ഷൻ കിട്ടുമെന്ന്. സൂപ്പർ ആക്ഷൻ കിട്ടും, ഉറപ്പാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. സോ കൊണിയമാക്കിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? ഫൈബ്രോമ ഇൻ ഓൾഡ് മെയ്ഡ്സ്, കുറച്ച് പ്രായമായ ആൾക്കാർക്ക് വരുന്ന ഫൈബ്രോമയാണ്. അപ്പൊ സാധാരണ നമ്മൾ അലോപ്പതി ട്രീറ്റ്മെന്റ്സിലൊക്കെ പോകുമ്പോൾ അവര് പറയാറുള്ളത് വെച്ചാൽ ആഫ്റ്റർ ദ മെനോപോസ് ഡോണ്ട് വെറി, ഇറ്റ് വിൽ ഷ്രിങ്ക് ഓഫ് ആഫ്റ്റർ ദ മെനോപോസ്. പക്ഷെ വെറുതെയാണ് കേട്ടോ, അത് കുറെയൊക്കെ ഷ്രിങ്ക് ആവും, ഓക്കെ ഫൈൻ. പക്ഷെ എന്നാലും കൂടുതൽ കേസും അത് പിന്നീട് സർജറിയിലോട്ട് പോകുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഓൾഡ് മെയ്ഡ്സും അതുപോലെ ബാച്ചിലേഴ്സ് ആഫ്റ്റർ ചേഞ്ച് ഓഫ് ലൈഫ്, അതായത് നമ്മൾ അവരുടെ ലൈഫിനകത്ത് എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം വരുന്ന കേസസ് വി ക്യാൻ ഗീവ് ദിസ് കൂടി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ കൊടുത്തുള്ള ഒരു എക്സ്പീരിയൻസും അതേപോലെ നമ്മൾ പറയുന്ന ഒരു എക്സ്പീരിയൻസും നമ്മൾ പഠിക്കുന്ന എക്സ്പീരിയൻസും എല്ലാം ഡിഫറെന്റ്. പക്ഷെ
എന്റെ അനുഭവത്തിനകത്ത് ഈ കൊണിയം ഭയങ്കര ആക്ഷനുള്ള ഡ്രഗാണ്. കൊണിയത്തിന് ഈ ഫൈബ്രോഡ്, നോട്ട് ഓൺലി ദിസ് ടൈപ്പ് ഓഫ് ഗ്രോസ്, എനി ടൈപ്പ് ഓഫ് സൈക്കോട്ടിക് ഗ്രോസ് ഇൻ എനി പാർട്സ് ഓഫ് ദ ബോഡി, കൊണിയം വർക്ക്സ് വെരി നൈസ്ലി. അത് ഇപ്പൊ തൈറോയിഡിന്റെ അകത്ത് തന്നെ നൊഡ്യൂൾസിനകത്ത് കൊണിയത്തിന് ഭയങ്കര ആക്ഷനുള്ള ഡ്രഗാണ്. സോ നമുക്ക് സാധാരണ പ്രായമായ ആൾക്കാർക്ക് വരുന്ന ഫൈബ്രോയിഡ്സിന് കൊണിയം വർക്ക്സ് വെരി നൈസ്ലി. അപ്പോ ഇതുവരെ പഠിച്ച എല്ലാ ഡ്രഗ്സും ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. സോ നെക്സ്റ്റ് ഈസ് അയഡം. അയഡം ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്രോത്ത്സിനകത്ത് ഭയങ്കര ആക്ഷനുള്ള ഡ്രഗാണ് അയഡം. നോട്ട് അതർ ദാൻ ദിസ് യൂട്രസ്. അത് എപ്പോഴും നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഫസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ് ഒരു സ്ത്രീക്ക് മെന്റൽ ട്രോമ അല്ല, ഓർ ദേ ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് മെന്റൽ സ്ട്രെസ് ആൻഡ് പ്രഷേഴ്സ്. ദ ഫസ്റ്റ് അറ്റാക്കിംഗ് ഓർഗൻ ഇസ് തൈറോയിഡ്, and the second attacking organ is the uterus, and the third attacking organ is surely the breast. അപ്പൊ ഇത് മൂന്ന് ലിങ്ക്ഡ് ആണ്. ഈ മൂന്ന് അവയവങ്ങളുമായിട്ട് കംപ്ലൈന്റുമായിട്ട് ഒരു പേഷ്യന്റ് വരുന്നത്, മേക്ക് ഇറ്റ് ഡാം ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് ഈസ് സ്ട്രഗ്ലിംഗ് ഫ്രം ഓർ ഗോയിങ് ത്രൂ എനി മെന്റൽ, മേ ബി ത്രൂ എ മെന്റൽ ട്രോമ ഓർ എ മെന്റൽ സ്ട്രെസ്. അത് ഉറപ്പാണ്. അപ്പോൾ സപ്രഷൻസ് എല്ലാം അതിലൂടെ കടന്നു പോകുന്നതായിരിക്കും മിക്കവാറും. അപ്പോൾ അയഡത്തിന്റെ ഇൻഡിക്കേഷൻ എന്താണ്? അയഡത്തിന്റെ ഇൻഡിക്കേഷൻ ഫൈബ്രോമ പ്ലസ് യൂട്രൈൻ ഹെമറേജ്, ബ്ലീഡിങ് നന്നായിട്ടുള്ള ഡ്രഗാണ് ഈ അയഡം. പക്ഷെ ഈ ബ്ലീഡിങ് നന്നായിട്ടുള്ള ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ, ഫൈബ്രോയിഡ് വന്നിട്ട് ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ഉടനെ തലാസ്പിയോ, ട്രില്യം പെൻഡിലോ, ഹമാമലിസോ, ഐപിക്കാക്കോ ഒന്നും കൊടുക്കാൻ നിൽക്കരുത്, കേസ് പരാജയപ്പെടും. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ്? വി എന്റർഡ് ദ കേസ്. അപ്പൊ നമ്മൾ പലപ്പോഴും സാധാരണ നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഐ ഡോണ്ട് നോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇപ്പൊ ട്രീറ്റിംഗ് ദ ഫൈബ്രോയിഡ് പേഷ്യന്റ്, ദ പേഷ്യന്റ് വിൽ സ്റ്റാർട്ട് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിങ്ക് ഓഫ് ഇറ്റ്, കുറച്ച് ബ്ലീഡിങ് പോകുന്നുണ്ട്. ആൻഡ് ആ പോകുന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് അതിനകത്ത് ഹീലിംഗ് ഉറപ്പാണ്. കാരണം ഡിസ്ചാർജ് വന്നു. സോ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. വി ക്യാൻ വെയിറ്റ് ഫോർ സം ടൈം. ഓക്കെ. അപ്പൊ ഈ അയഡത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറഗുലർ മെൻസസ് വിത്ത് വെഡ്ജ് ലൈക്ക് പെയിൻ. വെച്ചാൽ ഭയങ്കരമായ അസഹ്യമായ ഒരു പിന്നെ അത് ആ മീനിങ് കറക്റ്റ് നമ്മൾ ഡിക്ഷണറി കണ്ടുപിടിക്കണം. വെഡ്ജ് ലൈക്ക് പെയിൻ, അതുപോലത്തെ ഒരു കട്ടിങ് പെയിൻ, ഒരു എന്തോ പറയുന്ന ആപ്പ് വെച്ചെടുക്കത്തെ പെയിൻ, എന്തോ ഒരു പെയിൻ ആണത്. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് പെയിൻ ഉള്ള ഒരു ഡ്രഗാണ് ദിസ് അയഡം. അയഡത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവിങ് എ യൂട്രൈൻ ഹെമറേജ് കാണും അയഡത്തിൽ. ഇനി അപ്പം ഇത്രയുമാണ് ഏകദേശം നമുക്ക് ഈ ഫസ്റ്റ് ലൈൻ റണ്ണിങ് റെമഡീസ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന കുറച്ച് ഡ്രഗ്സ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ലാക്കസിസ്. അപ്പൊ ലാക്കസിസ് നമുക്ക് മെന്റൽ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു ഡ്രഗാണ്. ലാക്കസിസ് നമുക്ക് അറിയാം. ബാക്കി മൈൻഡും കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ലാക്കസിനകത്ത് തിങ്ക് ഓഫ് ഇറ്റ്, ലാക്കസിൽ തന്നെ 2 വേരിയൻസ് ഉണ്ട്. അത് നമ്മൾ എപ്പോഴും വിചാരിക്കും ലാക്കസ് ലൊക്കേഷ്യസ് പേഴ്സൺ ഈസ് ലാക്കസ്. നോ, ഹാവിംഗ് എ ഡിഫറെന്റ് പേഴ്സൺ. വേരിയസ് സൈലന്റ് ഈസ് ഓൾസോ ലാക്കസ്. ദാറ്റ് ഇസ് സെക്കൻഡ് വേർഷൻ ഓഫ് ലാക്കസ്. നമ്മൾ വിതോ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടില്ലേ സെക്കൻഡ് വേർഷൻ. സോ ദാറ്റ് ഈസ് ഡിഫറെന്റ് ലാക്കസിസ്. അപ്പൊ നമ്മൾ മൈൻഡ് സിംറ്റംസ് എല്ലാം നോക്കി വെച്ചിട്ടിരിക്കുകയാണ്. അതായത് ഈ മെൻസസ് അടുക്കുന്ന, ഐ ഗോട്ട് എ കേസ് ജസ്റ്റ് ലൈക്ക് ഒരു പേഷ്യന്റ്, ഒരു ലേഡി വന്നിട്ട് പറയാം, ഡോക്ടർ എനിക്ക് അറിയത്തില്ല, എനിക്ക് മെൻസസ് അടുക്കുന്ന സമയമാകുമ്പം എനിക്ക് ബസ്സിൽ കയറുന്ന സ്ത്രീകളെ കാണുമ്പം വരെ എനിക്ക് ഭയങ്കര അസൂയ തോന്നും. എന്ന് വെച്ചാൽ വെളുത്ത സ്ത്രീകളെ കാണുമ്പോൾ ഞാൻ ഇറിറ്റേറ്റഡ് ആവും, ഭയങ്കരമായിട്ട് ഒരുങ്ങി വരുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഞാൻ ഇറിറ്റേറ്റഡ് ആവും, നല്ല ഡ്രസ്സ് ഇട്ട് വരുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഇറിറ്റേറ്റഡ് ആവും. ആൻഡ് ദാറ്റ് സിംറ്റംസ് ആണ്. അതുപോലെ ലാക്കസിന്റെ ഭയങ്കര പ്രോമിനന്റ് സിംറ്റം വേറെ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള there are a lot of brooding drugs ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ അയഡം, നാട്രമൂസ്, സെപ്റ്റിയ, ദീസ് ആർ ഓൾ ബ്രൂഡിംഗ് ഡ്രഗ്സ്. പക്ഷേ ദേ വിൽ ബ്രൂഡ് ഓൾ ദ ടൈം, എപ്പോഴും ബ്രൂഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷെ ലാക്കസിസ് അങ്ങനെ, ഇറ്റ്സ് നോട്ട് സച്ച് എ ബ്രൂഡിംഗ് ഡ്രഗ്. പക്ഷെ ലാക്കസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ലാക്കസിസ് എല്ലാ കാര്യങ്ങളും മെൻസസിന് മുമ്പ് ആലോചിച്ച് കൂട്ടും. ഇതുവരെ നടന്ന എല്ലാ നെഗറ്റീവ്സും റീവൈൻഡ് ചെയ്ത് തലയിലേക്ക് കയറി വരികയും ആ സമയത്ത് എല്ലാവരോടും പകയും വിദ്വേഷവും വെറുപ്പും എല്ലാം ഫോം ചെയ്തിട്ട് ഡ്രഗാണ്. ബിക്കോസ് ട്രൂലി ആൻ ഇമോഷണൽ ഡ്രഗ്. ലാക്കസിസ്, ഈ പൾസാരില, ലാക്കസിസ്, ഇഗ്നേഷ്യ, നാട്രമൂസ്, സെപ്റ്റിയ, ഇതെല്ലാം ഭയങ്കര ഇമോഷണൽ ഡ്രഗ്സ് ആണ്. വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു ദിസ് മെൻസസ് ആൻഡ് ഫീമെയിൽ ഹിസ്റ്ററിയുമായിട്ട് ഭയങ്കര ക്ലോസ്ലി റണ്ണിങ് ആണ്. അപ്പോൾ ഈ ലാക്കസിന്റെ മെൻസസ് എങ്ങനെയായിരിക്കും? ഇറ്റ് ബി ഷോർട്ട് ആയിരിക്കും, പെയിൻഫുൾ ആയിരിക്കും, ഭയങ്കര പെയിൻഫുൾ ഒരു ഡ്രഗാണ് ലാക്കസിസ്. പക്ഷെ മെൻസസിന്റെ ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിംഗ്, ഇറ്റ്സ് വെരി ഷോർട്ട് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? ഇൻടോളറൻസ് ഓഫ് ക്ലോത്തിങ്. ഒന്നാമതേ ഒരു ചൂടുള്ള ഡ്രഗാണ്, ഭയങ്കര ഹോട്ടാണ്. അപ്പൊ എന്താ സംഭവിക്കുക? എപ്പോഴും ഡ്രസ്സൊക്കെ വലിച്ചു മാറ്റും. അപ്പൊ എവിടുത്തെ ഡ്രസ്സാ കൂടുതൽ മാറ്റുന്നത്? അണ്ടർ ഗാർമെന്റ്സും വലിച്ചൂരി കളയും. കഴുത്തിന്റെ ഭാഗത്തോട്ടൊന്നും ഒരു ടൈറ്റ്നസ് ഹോൾഡ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. പിന്നെന്താണ് യൂസ്ഫുൾ? ഈ ലാക്കസിന്റെ ആക്ഷൻ എപ്പോഴാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗ്? ഇറ്റ്സ് എ മെനോപോസൽ ഡ്രഗ് അല്ലെ. അവസാനത്തെ ക്ലൈമാട്രിക്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് ലാക്കസിസ്. അപ്പം അതുപോലെ ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താ പറയുക? ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയമായിരിക്കും.
അപ്പോ ഇറിറ്റേറ്റഡ് ഇരുന്നിട്ട് ഈ മെൻസസ് അങ്ങോട്ട് വന്നു പോയി കഴിയുമ്പോൾ ഷീൽ ബി ഹാപ്പി, ജോവിയൽ ആൻഡ് ഭയങ്കര മൂഡ് റിലാക്സ്ഡ് ആയിട്ട് മാറുന്ന ഒരു ഡ്രഗാണ് ലാക്കസിസ്. സോ അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റ് ഈ മെൻസസ് ഹൗ ക്യാൻ ബി ലിങ്ക് ടു ഫൈബ്രോയിഡ്, ഫൈബ്രോയിഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് ഷോർട്ട് ആൻഡ് പെയിൻഫുൾ മെൻസസ്, ഭയങ്കര ഷോർട്ട് ആയിരിക്കും പക്ഷെ ഭയങ്കര പെയിൻഫുൾ മെൻസസ് ആയിരിക്കും. മെനോപോസിനകത്ത് ഭയങ്കര ആഷുള്ള ഡ്രഗാണ്. പിന്നെ എന്താണ് സിംറ്റംസ് റിലീവ്ഡ് ആഫ്റ്റർ മെൻസസ്, അത് നമുക്ക് ഈ ഫൈബ്രോ ട്രീറ്റ്മെന്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റം ആണ്. മെൻസസ് ആയി കഴിഞ്ഞാൽ സുഖമാവും. അതുപോലെ സ്ലീപ്പ് ഇൻറ്റു അഗ്രവേഷൻ ഉള്ള ഡ്രഗാണ് ലാക്കസിസ്. ഓക്കെ, നെക്സ്റ്റ് സീക്കേൽ കോർ. ഈ ഫൈബ്രോ ട്രീറ്റ്മെന്റിനകത്ത് ഉപയോഗിക്കാൻ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഡ്രഗാണ് സീക്കേൽ കോർ. അപ്പൊ സീക്കേൽ കോറിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്? വൺസ് അഗെയിൻ ഇറ്റ്സ് ഹാവിംഗ് ഫൈബ്രോയിഡ്, പെയിൻഫുൾ മെൻസസ്, പെയിൻ റിലീവ്ഡ് ബൈ കോൾഡ് ആപ്ലിക്കേഷൻ ഓഫ് അബ്ഡമൻ. അതും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് വയറുവേദന വന്നിട്ട് ആ വയറുവേദന മാറാൻ എന്ത് ചെയ്യണം? കോൾഡ് ആപ്ലിക്കേഷൻ. സാധാരണ നമ്മൾ ചൂട് കൊടുത്ത് കുറയുന്ന മാക്ഫോസ് അതൊക്കെ നമ്മൾ ഹോട്ട് ആപ്ലിക്കേഷൻ ആണ് കുറയുന്നത്. പക്ഷെ തണുത്ത വെള്ളം വയറ്റിൽ പിടിക്കുകയോ തണുത്ത വെള്ളം വയറ്റിൽ കോരി ഒഴിക്കുകയോ ചെയ്യുമ്പോൾ പെയിൻ നന്നായിട്ട് കുറയുന്ന ഒരു ഡ്രഗാണ് സീക്കേൽ കോർ. ദെൻ പിന്നെ എന്തൊക്കെയാണ്? ഏത് അൺകവറിങ്, വയറിന്റെ ഭാഗം തുറന്ന് കാറ്റ് ഒളിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഡ്രഗാണ്. ദെൻ ഈ ബ്ലഡിന്റെ പ്രത്യേകത എന്താണ്? 2 ടൈപ്പ് ഓഫ് ബ്ലഡി ഡിസ്ചാർജ് വരുന്ന ഒരു ഡ്രഗാണ് സീക്കേൽ കോർ. ഒന്ന് വാട്ടറി ബ്ലഡ് ഊസിങ് ഫ്രം ദ യൂട്രസ്, വെള്ളം പോലത്തെ ബ്ലഡും വരുന്നുണ്ട്. പിന്നെ എന്താണ്? ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള വാട്ടറി ഫ്ലൂയിഡ് ഡിസ്ചാർജിങ് ഫ്രം ദ യൂട്രസ് ഫോർ ദ പേഷ്യൻസ് ഹാവിംഗ് ഫൈബ്രോയിഡ് കംപ്ലൈൻസ്. യൂട്രൈൻ ഫൈബ്രോയിഡ് ഉള്ള പേഷ്യൻസിന് ആ വരുന്ന ഡിസ്ചാർജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മെൻസസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഈ ടൈപ്പ് ഓഫ് കേസിനകത്ത് നമ്മൾ അത്ര നന്നായിട്ട് മെൻസസ് നോക്കി വെക്കണം. ഓരോന്നിന്റെ മെൻസസിനകത്ത് എന്താണ് പ്രത്യേകത. അപ്പോ ഫൈബ്രോയിഡ് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള വാട്ടറി ബ്ലാക്ക് ഡിസ്ചാർജും പറയുന്നുണ്ട്, അതേപോലെ എന്താണ് വാട്ടറി ഡിസ്ചാർജും പറയുന്നുണ്ട്. പിന്നെ യൂറിനറി സിംറ്റംസും കൂടെ ഇതിന്റെ കൂടെ അസോസിയേറ്റ്. നമുക്കറിയാം ഫൈബ്രോയിഡ് പേഷ്യൻ, നമുക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ യൂട്രസും അതേപോലെ നമ്മുടെ യൂറക്ടറും എല്ലാം ക്ലോസ് റണ്ണിങ് ആണ്. അപ്പൊ ഒരിടത്ത് പ്രഷർ തള്ളുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി മെറ്റ്യൂറേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അപ്പൊ യൂറിൻ പോകാതെ സപ്രസ് ചെയ്ത് നിൽക്കും. ഫോർ ദോസ് ഫൈബ്രോയിഡ് പേഷ്യൻസ് ദാറ്റ് ഈസ് ഹാവിങ് എ ബ്ലഡി ഡിസ്ചാർജ് ആൻഡ് യൂറിൻ ഈസ് സപ്രസ്ഡ്, യൂറിൻ പോകാതെ നിൽക്കുന്ന ഒരു കേസ് ആണെങ്കിൽ think of this സീക്കേൽ കോർ. ഓക്കെ, നെക്സ്റ്റ് സൈലീഷ്യ. സൈലീഷ്യയുടെ പ്രത്യേകത എന്താണ്? സൈലീഷ്യ എന്ന് പറയുന്ന കണ്ണും അടച്ച് ഫൈബ്രോയിഡിന് കൊടുക്കാൻ പറ്റുന്ന ബയോകെമിക്ക്. ഒന്നും നോക്കണ്ട, വെദർ ഇസ് എ സ്മോൾ ഫൈബ്രോയിഡ്, വെദർ ഇസ് എ ബിഗ് ഫൈബ്രോയിഡ്, വാട്ട് എവർ മേ ബി. എന്തുകൊണ്ടാ? ഫൈബ്രസ് ഡെപ്പോസിറ്റിന് വലിച്ചെടുക്കാൻ കഴിവുള്ള ഡ്രഗാണ് സൈലീഷ്യ. സോ സൈലീഷ്യ 6X or സൈലീഷ്യ 200 acts very nicely for absorbing the fibrinous deposit. അതേപോലെ തന്നെ ഇത് അബ്സോർബ് ചെയ്യുമെങ്കിൽ ആദ്യം പറഞ്ഞ ഒരു ഡ്രഗ് ഉണ്ട്, ഏതാണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ത് ചെയ്യും? അലിയിപ്പിച്ച് കളയും ഇതിനെ. പക്ഷെ ഇതെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ദാറ്റ് ഇസ് എ ഡിഫറൻസ്, സൈലീഷ്യ ആൻഡ് അസറ്റിക് ആസിഡ്. നെക്സ്റ്റ് ഡോക്ടറെ മ്യൂട്ട് ആയിപ്പോയി കേട്ടോ. ഒരു കോള് വന്നു. ഓക്കെ, ഉള്ള ഡ്രഗ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് ആക്ഷൻ കിട്ടുന്ന 2-3 ഡ്രഗ്സിൽ ഒരെണ്ണമാണ് തൂജ, മെഡോർണം, ലാക്കസിസ്, കൽക്കേരിയൈഡ്, കൽക്കേരിയ സൾഫ്. ഇതൊക്കെ നമ്മൾ ശരിക്കും നമുക്ക് ഈ ഫൈബ്രോയിഡ് കേസസിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ തൂജയുടെ എന്താണ്? സ്പോഞ്ചിയസ് ഫൈബ്രോമ. അപ്പൊ നമ്മൾ ഈ ഫൈബ്രോമ എടുത്ത് നോക്കുമ്പോൾ ആ നമ്മുടെ യൂട്രൈൻ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും അത് ശ്രദ്ധിക്കണം. അതിനകത്തുള്ള ഓരോ വരികളും വായിച്ചു നോക്കണം. ഇത് യൂട്രസ് ഹൈപ്പർട്രോഫി ആണെങ്കിൽ ഏത് ഡ്രഗ്, ഫൈബ്രോമ ഹാർഡ് ആണെങ്കിൽ ഏത് ഡ്രഗ്, ഫൈബ്രോമ സോഫ്റ്റ് ആണെങ്കിൽ ഏത് ഡ്രഗ്. നമ്മുടെ കയ്യിൽ തന്നെ ഇതിനെല്ലാത്തിനും ഡ്രഗ് ഡിഫറൻസസ് ഉണ്ട്. അപ്പോ റാപ്പിഡ് എക്സോഷൻ പ്ലസ് ഇമാസിയേഷൻ, അതായത് പേഷ്യന്റ് പെട്ടെന്ന് ഈ ഫൈബ്രോയിഡ് വരുന്നു, പേഷ്യന്റ് പെട്ടെന്ന് തന്നെ ക്ഷീണിച്ച് മെലിഞ്ഞു വരുന്നു, പേഷ്യന്റ് അതിഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഒരു കേസസ് വരികയാണ്. ആൻഡ് ഹാവിങ് എ സ്പോഞ്ചി ഫൈബ്രോമ ആൻഡ് ദ പേഷ്യന്റ് ഇസ് ചില്ലി, ഭയങ്കര ചില്ലി പേഷ്യന്റ് ആണ്. പിന്നെ എന്തൊക്കെയോ വയറ്റിനകത്ത് അനങ്ങുന്ന പോലെ, സെൻസേഷൻ ഓഫ് സംതിങ് അലൈവ് ഇൻ ദ അബ്ഡമൻ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ലൂക്കോറിയ ഭയങ്കര പ്രൊഫ്യൂസ് ഫൈബ്രോയിഡ് പേഷ്യൻസ് വിത്ത് പ്രൊഫ്യൂസ് ലൂക്കോറിയ, ദിസ് ഇസ് ഇൻഡിക്കേറ്റഡ്. അപ്പൊ ഇത്രയാണ് തൂജയുടെ പ്രത്യേകത. അപ്പൊ ബാക്കിയൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും കുറെ സിംറ്റംസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അതായത് സ്പോഞ്ചി ഫൈബ്രോമ, റെഡ് ലൈൻ ആണ്, റെഡ് ലൈൻ സ്പോഞ്ചി ഫൈബ്രോമയ്ക്ക് ഭയങ്കര ഇൻഡിക്കേറ്റഡ്, സോഫ്റ്റ് ഫൈബ്രോമ. നെക്സ്റ്റ് ഇസ് ടെരന്റുലയാണ്. ടെരന്റുലയുടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കൽക്കേരിയൈഡ് 3X പറഞ്ഞതോ എന്റെ നേരെ ഓപ്പോസിറ്റ് ടെരന്റുല. എന്താണ്? ഭയങ്കര വലിയ ഫൈബ്രോയിഡ്. ഇപ്പൊ നമുക്ക് സാധാരണ നിങ്ങൾക്കൊക്കെ എത്ര കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക്
മാക്സിമം എനിക്കൊരു 48, 50, 58 വരെ കിട്ടിയിട്ടുണ്ട്. 58 സൈസ് വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഫൈബ്രോമ കേസസ്. അപ്പോ അത്രയ്ക്ക് വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് ടെരന്റുല. ടെരന്റുലയുടെ മെൻസസ് എങ്ങനെയായിരിക്കും? ഹെവി ബ്ലീഡിങ് വിത്ത് ഹെവി ഫൈബ്രോയിഡ്. രണ്ടും വലുതാണ്, സൈസും വലുതാണ്, അതുപോലെ ബ്ലീഡും ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പേഷ്യന്റ് ഇസ് വെരി റെസ്റ്റ്ലെസ്. അടങ്ങിയിരിക്കുന്നേ ഇങ്ങനെ ഒരു വെപ്രാളം പോലെയാണ് പേഷ്യന്റ് കാണിക്കുന്നത്. ഈ വെപ്രാളം കാണിക്കുന്ന 2-3 ഡ്രഗുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് ലാക്സസ്, രണ്ടാമതാണ് ടെരന്റ്. ഫൈബ്രോയിഡ് പേഷ്യൻസ് വിത്ത് ഈ പറഞ്ഞ കണക്ക് ഈ വെപ്രാളം അല്ലെങ്കിൽ ഒരു ഇത് കാണിക്കുന്ന ഒരു ഡ്രഗാണ് ഇത് രണ്ട്. ഇനി ഒരാളും കൂടെ ഉണ്ട് അതിനകത്ത്. ട്രില്ലിയം നമ്മൾ സാധാരണ ഈ ബ്ലീഡിങ്ങിന് കണ്ണു അടച്ചിട്ട് ഇഞ്ചർ നമ്മൾ എഴുതി കൊടുക്കുന്ന ഒരു ഡ്രഗാണ് ട്രില്ലിയം. അപ്പം അത് പക്ഷെ ഇൻഡിക്കേറ്റഡ് ആണ്, ബ്ലീഡിങ്ങിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എപ്പോഴാ കൊടുക്കേണ്ടത്? ഒരു പേഷ്യന്റ് ബ്ലീഡിംഗ് എന്ന് വന്ന് പറയുമ്പോൾ കണ്ണടച്ച് നമ്മൾ ട്രില്ലിയം കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? കേസ് മൊത്തം മാസ്കായി, സിംറ്റം നമുക്ക് കിട്ടാതെ പോകും. അങ്ങനെ ചെയ്യേണ്ട. we gave the medicine and the patient becomes happy and bleeding started. ബ്ലീഡിങ് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പേഷ്യന്റ് ക്ഷീണം അനുഭവപ്പെടുന്നു. അങ്ങനെ സ്റ്റേബിൾ വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, വി ക്യാൻ യൂസ് ദിസ് ബ്ലീഡിങ് റെമഡീസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വയോള ട്രൈക്കോളർ. ഈ വയോള ട്രൈക്കോളറിന്റെ പ്രത്യേകത എന്താണ്? വയോള ട്രൈക്കോളർ എന്ന് പറയുന്നത് അത് പക്ഷെ അതിന് എത്രമാത്രം ഈ ഓൾഡ് സ്കൂൾസിലെ ഡോക്ടേഴ്സ് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആയിരുന്നു വയോള ട്രൈക്കോളർ. അത് എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഫൈബ്രോയിഡ് ഉള്ള പേഷ്യൻസിന്റെ യൂട്രസിന്റെ അബ്ഡമൻ, ലോവർ അബ്ഡമൻ റീജിയന് വയോള ട്രൈക്കോളറിന്റെ ടിഞ്ചർ പണ്ടത്തെ സമയത്ത് അപ്ലൈ ചെയ്തിരുന്നു. എങ്ങനെ? ലോക്കലി ഓൺ ദി അബ്ഡമൻ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നെക്സ്റ്റ് വി ആർ പാസിംഗ് ത്രൂ. ഇനി നമുക്ക് ബ്ലീഡിങ്. അപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് വന്നു, അപ്പൊ പേഷ്യന്റ് വന്നു കഴിഞ്ഞ് ഫൈബ്രോയിഡ് ഗ്രോത്ത് നമ്മൾ അറിഞ്ഞു. ഗ്രോത്ത് വെച്ചിട്ട് നമ്മൾ ഒരു പേഷ്യന്റ് എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പോയത്. ബ്രേക്ക് വേണോ? സ്പീഡ് കൂടുന്നോ? വേണ്ട, സ്പീഡ് കൂടുന്നില്ലല്ലോ മാഡം. ഇല്ല. ഓക്കെ, സോ ഇനി നമുക്ക് നോട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലീഡിങ്ങിന്റെ ചെറിയ ചെറിയ ഡിഫറൻസസ് ആണ്. അതായത് കറുത്ത ബ്ലഡ് ഉള്ള ആർക്കൊക്കെയാണ്, ഈ ചുമന്ന ബ്ലഡ്, ബ്രൈറ്റ് റെഡ് ബ്ലഡ് വരുന്നത് ആർക്കൊക്കെയാണ്, ഏതൊക്കെ ഡ്രഗ്സിനാണ്, എന്തൊക്കെ ഡിഫറൻസിയേഷൻ ആണ്, അതിന്റെ കൺകോമിറ്റന്റ് സിംറ്റംസ് ഏതൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്പർ 1 ഈസ് ബോവിസ്റ്റ. ബോവിസ്റ്റ ഒക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ അധികം ചിന്തിക്കാത്തൊരു ഡ്രഗാണ് ബോവിസ്റ്റ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ബ്ലീഡിങ് ആൻഡ് ഓൾ ദാറ്റ്. വി ഡോണ്ട് തിങ്ക് ഓഫ്, അധികം ചിന്തിക്കാത്ത ഒരു ഡ്രഗാണ്. പക്ഷേ ഈ ബോവിസ്റ്റയുടെ ഒരു ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീരീഡ്സ്, ഇപ്പൊ നമ്മൾ ഒരു പീരീഡ് വന്നു, ഓക്കെ, 28 days സ്റ്റാർട്ട് എ പീരീഡ്, കുറച്ച് ദിവസം ബ്രേക്ക് കൊടുത്തു, എഗെയിൻ കംസ് നെക്സ്റ്റ് പീരീഡ്, ഉടനെ തന്നെ അടുത്ത പീരീഡ് വരികയാണ്. പക്ഷേ ഈ ഇടക്കുള്ള സമയം ഉണ്ടല്ലോ, ദിൽ ബി ഹാവിംഗ് ലുക്കോറിയ വിച്ച് ഇസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ്. അതാണ് ബോവിസ്റ്റയുടെ പ്രത്യേകത. അപ്പൊ ഇഫ് എ പേഷ്യന്റ് സേയിങ് ദാറ്റ് ഈസ് കംപ്ലൈനിങ് ദാറ്റ് ഐ ആം ഹാവിംഗ് എ ലുക്കോറിയ ഇസ് ഹാവിംഗ് സ്റ്റെയിൻ വിത്ത് ബ്ലഡ്, നമുക്ക് ഈ ബോവിസ്റ്റയെ പറ്റി ചിന്തിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൽക്കേരിയ സിലിക്കേറ്റ. കൽക്കേരിയ സിലിക്കേറ്റയുടെ പ്രത്യേകിച്ച് ഹെവി വജൈനൽ ഡിസ്ചാർജ് പ്ലസ് ഇറഗുലർ. പീരീഡ് ഇറഗുലർ ആണ്, ഡിസ്ചാർജ് ഭയങ്കര കൂടുതലുണ്ട്. ഹെവി വജൈനൽ ഡിസ്ചാർജ്, ദാറ്റ് മീൻസ് ഈ മെൻസസ് സമയത്ത് വരുന്ന വജൈനൽ ലുക്കോറിയ ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കൽക്കേരിയ സിലിക്കേറ്റ. നെക്സ്റ്റ് ഇസ് കോസ്റ്റിക്കം. കോസ്റ്റിക്കത്തിന്റെ പ്രത്യേകത എന്താണ്? രാത്രിയാകുമ്പോൾ ബ്ലീഡിങ് നിൽക്കും, രാവിലെ ആകുമ്പോൾ വീണ്ടും ബ്ലീഡിങ്. അങ്ങനെ തന്നെ വരുന്ന കേസുകൾ നമുക്ക് ഒപ്പിയിൽ കിട്ടാറുണ്ട്. അതായത് രാത്രി ബ്ലീഡിങ് ഉണ്ട്, പക്ഷെ രാവിലെ നോക്കുമ്പോൾ പാഡ് വെക്കേണ്ടി വരുന്നില്ല എന്ന് തന്നെ ഒന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. ദാറ്റ് ഇസ് കോസ്റ്റിക്കം. ഇനി അടുത്തത് ഫെറംഫോഴ്സ്. ബയോകെമിക് ആണ്, പക്ഷെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ബ്ലീഡിങ് റെമഡീസിനകത്ത് ഭയങ്കര കൊടുക്കാൻ പറ്റും. എനിക്കൊന്ന് അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഫോസ്ഫറസ് ഇസ് ഓൾസോ ഫെറം ആൻഡ് ഫോസ്ഫറസും ബ്ലീഡിങ് റെമഡി ആയതുകൊണ്ടായിരിക്കാം. നെക്സ്റ്റ് മെൻസസ് എവറി ഫസ്റ്റ് വീക്ക്, എവറി തേർഡ് വീക്ക്, 3 ആഴ്ച ആകുമ്പോഴത്തേക്ക് മെൻസസ് തുടങ്ങും. മീൻസ് നമുക്ക് ഒരു മെൻസസ് വന്നു, ആഫ്റ്റർ 3ാമത്തെ ആഴ്ചയാകുമ്പോൾ വീണ്ടും മെൻസസ് വരും. പിന്നെ നെക്സ്റ്റ് എന്താണ്? there will be bearing down sensation, താഴോട്ട് എന്തോ ഇറങ്ങി പോകുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഉണ്ട്. പിന്നെ ഉച്ചിയുടെ പുറത്തൊരു വേദന. മെൻസസ് സമയത്ത് there will be pain on the top of the head. വെജേന ഡ്രൈ, നമ്മൾ വെജേന ഡ്രൈ ആയിട്ട് വരുന്ന ഡ്രഗ്സ് കുറേ ഡ്രഗ്സ് ഉണ്ട്. പക്ഷേ ഈ ഫെറംഫോസ് നമുക്ക് ഈ എന്താ പറയുക, ചില പേഷ്യൻസ് കമാൻഡ് ചെയ്ത് വിൽ ബി ഹാവിംഗ് ദിസ് വെജൈനൽ ഡ്രൈനെസ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർകോഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്ന കേസസ് നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഡ്രഗ് ലൈക്കോപോഡിയം, സെപ്പിയ ഒക്കെയാണ്. പക്ഷെ ഫെറംഫോസ് ഇസ് ഹാവിംഗ് എ വെരി ഗുഡ് ആക്ഷൻ ഫോർ ദാറ്റ്. അപ്പോൾ ഇത്രയും ഇൻഡിക്കേഷൻസ് ആണ് ഏതിനകത്തുള്ളത്, ഫെറംഫോസിൽ. നെക്സ്റ്റ് ഇസ് ഗ്രാഫൈറ്റിസ്. ഗ്രാഫൈറ്റിസ് എന്ന് പറയുന്നത്, ഈ ഗ്രാഫൈറ്റിസ് എപ്പോഴും ചിന്തിക്കുക, ഇപ്പൊ പേഴ്സൺ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൽക്കേരി ആർട്സിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഫാറ്റി ഫ്ലാബി വിമൻ വരെയാണ് വിത്ത്
സിംറ്റംസ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ, ഇറഗുലർ പീരിയഡ്, മെൻസസ് ഇറഗുലർ ആൻഡ് ഡിലേഡ്, ഇത്രയും കൂടെ വന്നാൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഗ്രാഫൈറ്റിസ്. പക്ഷേ ഈ ഗ്രാഫൈറ്റിസ് എന്ന് പറഞ്ഞ സാധനം PCOD-ക്കും ഒക്കെ ഭയങ്കര ആക്ഷനുണ്ടാക്കും. കാരണം യൂട്രൈൻ റെമഡീസ് നമ്മൾ ഗ്രാഫൈറ്റിസ് അധികം ചിന്തിക്കാറേ ഇല്ല. ബട്ട് സി ഈ ഗ്രാഫൈറ്റിസ് എന്ന് പറഞ്ഞ സാധനം PCOD, ഫോർ ദ ഓവറിയൻ സിസ്റ്റ്, വെജൈനൽ നെബോത്തിയൻ സിസ്റ്റിനകത്തൊക്കെ നല്ല ആക്ഷൻ ഡ്രഗാണ് ഗ്രാഫൈറ്റിസ്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ മാച്ചപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആബ്സല്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഭയങ്കര വണ്ണമുള്ള പേഷ്യന്റ് ആണ് എങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെൻസ്ട്രേഷൻ ഹാവിംഗ് എ ഓബ്സ്റ്റൈൻ കോൺസ്റ്റിപ്പേഷൻ, വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ഗ്രാഫൈറ്റിസ്. ഇനി അടുത്ത ഡ്രഗ്, ആ ഡ്രഗ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഫൈബ്രോയിഡ് ചികിത്സിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് മെഡോർണം. ഭയങ്കര ആക്ഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, തൂജ പോലെ തന്നെ നമുക്ക് കണ്ണടച്ച് കൊടുക്കാം. ബൈ സൈക്കോട്ടിക് റെമഡി അല്ലേ, ഭയങ്കര സൈക്കോട്ടിക് റെമഡി ആയതുകൊണ്ട് വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് മെഡോർണം. ഉറപ്പായിട്ടും ചിന്തിക്കാം. എങ്ങനെയാണ് അതിന്റെ പ്രത്യേകത? ബ്ലീഡിങ് അതർ ദാൻ മെൻസസ് അല്ലാത്ത സമയത്ത് വീണ്ടും ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്? മെൻസസ് ഭയങ്കര ഒഫൻസീവ്, ഭയങ്കര നാറ്റമുള്ള മെൻസസ്, ഡാർക്ക് മെൻസസ്. ഈ ഡാർക്ക് മെൻസസും ക്ലോട്ടഡ് മെൻസസും കിട്ടുന്ന ഡ്രഗ്സ് ഭയങ്കര കുറവാണ്. ആ ഡ്രഗ്സിനെ ഇത്രയും പ്രത്യേകിച്ച് നമ്മൾ ഓർത്തു വെച്ചിരിക്കേണ്ട ഡ്രഗാണ്. ലാക്കസസ് ഇരുണ്ട ബ്ലഡ് ആണ്, ബെഡോറിന ഇരുണ്ട ബ്ലഡ് ആണ്, ഹമാമലിസ് ബ്രൈറ്റ് ബ്ലഡ് ആണ്. അപ്പൊ ഓരോ ഇതിനകത്തും ആ ഡിസ്ചാർജിന്റെ കളർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ വെള്ള ലുക്കോറിയ വല്ലതും വരുന്നോ? മഞ്ഞ ലുക്കോറിയ ആണോ വരുന്നത്? ആ ബ്ലഡിനകത്ത് ബ്ലാക്ക് കളർ ഉണ്ടോ? വെള്ളമാണോ വരുന്നത്? വെള്ളവും ബ്ലാക്കും കൂടെ വരുന്നെങ്കിൽ ഇറ്റ്സ് സീക്കൽ കോർ. അപ്പൊ അങ്ങനെ ആ ഡിസ്ചാർജ് അത്ര പക്കയായിട്ട് നമുക്ക് ഓർത്തു വെച്ചിരുന്ന കുറച്ചും കൂടെ നമ്മൾ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മെഡോർണത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? ക്ലോത്ത്സ്, ഭയങ്കരമായിട്ട് ക്ലോത്ത്സ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് മെഡോർണം. എന്താണ്? ആ ഡ്രസ്സിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാഡ്സിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നാറ്റവും സഹിക്കാൻ പറ്റത്തില്ല. കാൺ ബി വാഷ്ഡ് ഔട്ട്. എന്തിട്ട് കഴുകിയാൽ ദ സ്റ്റെയിൻ വോണ്ട് ഗോസ് ഓഫ്. അത്രയ്ക്ക് സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഡിസ്ചാർജ് ആണ് കമ്മിങ് ഫ്രം ദ യൂട്രസ്. നെക്സ്റ്റ് ഈസ് നാട്രമൂർ. അപ്പോൾ മെഡോർണ ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം, കാരണം മെഡോർണ അത്രയ്ക്ക് യൂസ്ഫുൾ റെമഡിയാണ്. എന്താണ്? ബ്ലീഡിങ് അതർ ദാൻ മെൻസസ്. മെൻസസ് അല്ലാത്ത ടൈമിൽ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മെൻസസ് ഭയങ്കര ഒഫൻസീവ്, ഭയങ്കര നാറ്റമാണ്, ഭയങ്കര ഡാർക്കാണ്, ഭയങ്കര ക്ലോട്ടഡ് ആണ്. പിന്നെ സ്റ്റിക്കിംഗ് ടു ദ ക്ലോസ് വെരി ഡിഫിക്കൽട്ട് ടു വാഷ് ഔട്ട്. സോ മച്ച് സ്റ്റിക്കിനെസ് ഇസ് പ്രസന്റ് ഇൻ ദിസ് മെഡോർണം. ഇനി അടുത്തത് നാട്രമൂർ ആണ്. നാട്രമൂറിന്റെ എന്താണ്? ഇറഗുലറും പ്രൊഫ്യൂസ് ആയിട്ടുള്ള മെൻസസ് ആണ് നാട്രമൂറിന്റെ. നാട്രമൂറിന്റെ ഏറ്റവും കൺകോമിറ്റന്റ് സിംറ്റം എന്ന് പറയുന്നത് സിവിയർ ഹെഡേക്ക് അറ്റ് ബ്ലീഡിങ് എൻഡ്സ്. അത് നോട്ട് ചെയ്ത് വെച്ചോണം. മെൻസസ് എപ്പ തീരുന്നോ അപ്പൊ തലവേദന തുടങ്ങും. ദാറ്റ്സ് എ ഇൻഡിക്കേഷൻ. ഈ തലവേദന ടോപ്പ് ഓഫ് ദി ഹെഡ് വരുന്നത് ഫ്രംഫോസ് ആണ്. പക്ഷെ whenever the menses ends, whenever the bleeding ends, headache starts is a symptom of natremor. അതാണ് അതിന്റെ ഒരു കൺകോമിറ്റന്റ് സിംറ്റം. ഓക്കെ, ഇനി അടുത്തത് നൈട്രിക് ആസിഡ്. ഇതൊക്കെ ഈ പറയുന്ന ഓരോ ഡ്രഗും ഒന്നും കൂടെ നമ്മൾ ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. കാരണം ഇതെല്ലാം നമുക്ക് നമ്മുടെ OP-യിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്താണ്? ബ്ലീഡിങ് ബിറ്റ്വീൻ ദ പീരിയഡ്സ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പീരീഡ് വന്നു, അഗെയിൻ ബ്ലീഡിങ്, അഗെയിൻ നെക്സ്റ്റ് പീരീഡ്. ദാറ്റ്സ് വൈ ഇങ്ങനെ ഇന്റർമിറ്റൽ ബ്ലീഡിങ് ഇടക്കിടക്ക് വരുന്നു. പിന്നെ നൈട്രിക് ആസിഡിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നടുവിൽ നിന്ന് വേദന തുടങ്ങി കാലിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഫ്രം ദ ബാക്ക് ഇറ്റ്സ് റേഡിയേറ്റിംഗ് ടു ദ ലെഗ്സ്. തിങ്ക് ഓഫ് ദിസ് നൈട്രിക് ആസിഡ്. നെക്സ്റ്റ്, ഓവർ എക്സർഷൻ. ഇപ്പൊ നമ്മൾ വെയിറ്റ് എന്തെങ്കിലും പൊക്കി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആണ് ഇത്രയ്ക്കും വേദന അനുഭവപ്പെടുന്നത്. മെൻസസ് സമയത്ത് ഓവറായിട്ട് നമ്മൾ ജോലി ചെയ്യുകയോ ഓവർ ലിഫ്റ്റിങ്ങോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഹാവിംഗ് എ സിവിയർ ബാക്ക് ഏക്ക്, തിങ്ക് ഓഫ് ദിസ് നൈട്രിക് ആസിഡ്. പിന്നെ നൈട്രിക് ആസിഡിന്റെ ഏറ്റവും വലിയ അടുത്ത രണ്ടാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്നാമത്തെ നൈട്രിക് ആസിഡ് യൂറിൻ ഇസ് വെരി ഒഫൻസീവ്. ഈ മെൻസസ് ടൈം അങ്ങോട്ട് ബ്ലീഡിംഗ് ടൈം ആകുമ്പോഴത്തേക്ക് മോർ ആൻഡ് മോർ ഒഫൻസീവ്. അത്രയ്ക്ക് ഒഫൻസീവ് ആയിട്ട് യൂറിൻ മാറുന്ന ഒരു ഡ്രഗാണ് നൈട്രിക് ആസിഡ്. അതിന്റെ പേരായോ? ഇല്ലല്ലോ മാഡം. എത്ര മണി വരെ? 45ഓ 50ഓ? എത്ര? ഓക്കെ. ഇനി അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങള് ശരിക്കും പറയാം, നമ്മൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുറെ ഡ്രഗ്സിന് ഇങ്ങനെ എന്താണ് ഇപ്പൊ മെൻസസിന്റെ ഒരു സ്പാനിൽ നമ്മൾ കുറെ ഡ്രഗ്സ് ഓർത്ത് വെച്ചേക്കും. അങ്ങനെ നമ്മൾ ഓരോ ഇതില. പക്ഷെ അങ്ങനെ അല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രഗ്സ്, ഭയങ്കര ആക്ഷൻ കിട്ടുന്ന ഡ്രഗ്സ് ഉണ്ട്. അതായത് അതുപോലത്തെ ഒരു സിമ്പിൾ ഡ്രഗ് ആണ്, ബട്ട് ഹാവിംഗ് വെരി ഗുഡ് ആക്ഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോ സാധാരണ മെൻസൽ കോളിക്ക് വരുമ്പോൾ പൾസാരില, മാക്ടോസ് അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഭയങ്കര യൂസ്ഫുൾ ഒരു ഡ്രഗ് ഉണ്ട്, എന്നറിയാം, ബെൽഡോണ.
ബെൽഡോണ നന്നായിട്ട് വേദന കുറയ്ക്കും. കാരണം എന്താ ഈ ബെൽഡോണ ആക്ഷൻ ഓൺ കൺജഷൻ അല്ലേ, കൺജഷന് ഭയങ്കരമായിട്ട് ആക്ഷൻ ഉള്ള ഡ്രഗാണ് ബെൽഡോണ. അപ്പൊ അതേപോലത്തെ ഒരു ഡ്രഗാണ് ദിസ് നക്സോമിക്ക. എങ്ങനെയാണ് നക്സോമിക്ക? എപ്പോഴും മെൻസസ് ഇറഗുലർ ആയിരിക്കും. ഒരുപാട് നേരത്തെ തുടങ്ങും, ഒരുപാട് താമസിച്ചേ നിൽക്കുള്ളൂ. സ്റ്റാർട്ട്സ് ടു ഏർലി ലാസ്റ്റ് വെരി ലോങ്. സ്റ്റാർട്ട്സ് ടു ഏർലി ലാസ്റ്റ് വെരി ലോങ്. അത് ശരിക്കും ഓർത്തു വെച്ചിട്ട് നല്ല ഒരു ഡ്രഗാണത്. കോൺസ്റ്റന്റ് എർജിങ് ഫോർ സ്റ്റൂൾ. ഈ മെൻസസിന്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം, സ്റ്റൂളിന് പോകണം എന്ന് പറഞ്ഞു പോകും. അങ്ങനത്തെ സിംറ്റം കിട്ടിയിട്ടുണ്ടാവണം. ഇറിറ്റബിലിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ. പിന്നെ പീരിയഡ്സ് ആഫ്റ്റർ 6 പീരിയഡ്സ് എല്ലാ 6 ആഴ്ച കൂടുമ്പോഴേ പീരീഡ് വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തുവാ? പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ സ്റ്റാർട്ട്സ് ടു ഏർലി, ഒരുപാട് നേരത്തെ തുടങ്ങുന്നുണ്ട്, പക്ഷെ കുറെ നാളിങ്ങനെ നിൽക്കും. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ അബ്ഡോമിനൽ സിംറ്റംസ് കൂടെ അസോസിയേറ്റ് ചെയ്ത് ഇതിന്റെ കൂടെ വരുന്നെങ്കിൽ നമുക്ക് വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് നക്സോമിക്ക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫോസ്ഫറസ്. ഫോസ്ഫറസിന്റെ ഇതെങ്ങാണ്? സ്ലൈറ്റ് ഹെമറേജ് ഇൻ ബിറ്റ്വീൻ ദ ഹെമറോയിഡ്സ്, സോറി ഇൻ ബിറ്റ്വീൻ ദ പീരിയഡ്സ്. പീരിയഡ്സിന്റെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് കാണിക്കുന്നുണ്ട്. ടു ഏർലി ആൻഡ് സ്കാൻഡി, ഒരുപാട് നേരത്തെ ആകും, പക്ഷെ ഡിസ്ചാർജ് ഭയങ്കര കുറച്ചേ പോകത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് ബീപ്സ് ബിഫോർ മെൻസസ്. ഫോസ്ഫറസിന്റെ ഒരു പ്രത്യേകത, നമ്മളത് ഈ മെൻസസിന് മുമ്പിൽ അത്രയ്ക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പൾസാരിലെയാണ്, പക്ഷെ അല്ല. ഫോസ്ഫറസിന് അതിനേക്കാൾ ഗുഡ് ആക്ഷൻ ഉള്ള ഒരു ഡ്രഗാണ് ഇത്. മെൻസസിന് മുമ്പത്തെ സമയമാകുമ്പോൾ ഭയങ്കര സങ്കടം. ഈ മെൻസസിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രീ മെനോപോസൽ സിംറ്റംസ്, സോറി പ്രീ മെൻസൽ സിംറ്റംസ് അല്ലെങ്കിൽ PMS എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഒരുപാട് ഡ്രഗ്സ് ഉണ്ട്. കൊണിയം ഭയങ്കര ആക്ഷൻ ഡ്രഗാണ്, നമ്മൾ ശ്രദ്ധിക്കാത്ത ഡ്രഗാണ് അത്. ബ്രസ്റ്റ് ഒക്കെ സോറായിട്ട് മാറി, പേഷ്യന്റ് മൂഡ് ഓഫ് ആയിട്ട് മാറും. അതിനകത്ത് ഭയങ്കര ആക്ഷൻ ഡ്രഗാണ് കൊണിയം. അതേപോലെ തന്നെ ആക്ഷൻ ഡ്രഗാണ് ഈ ഫോസ്ഫറസ്. അത് പേഷ്യന്റ് ഭയങ്കര മൂടിയായിട്ട് മാറും, നീരെടുപ്പിപ്പ് ചുമ്മാ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, അത്രയ്ക്ക് സങ്കടമായിരിക്കും. ദാറ്റ് ഈസ് ഫോസ്ഫറസ്. നെക്സ്റ്റ് സബീന. സബീനയുടെ പ്രത്യേകത എന്താണ്? ഈ ഡിസ്ചാർജിന് മുമ്പ് ദർ വിൽ ബി സിവിയർ സെക്ഷൽ എക്സൈറ്റ്മെന്റ്. അങ്ങനെയുള്ള പേഷ്യൻസ് ശരിക്കും ഉണ്ട്. ഡിസ്ചാർജ് ബിറ്റ്വീൻ ദ പീരിയഡ്സ്. അത് പീരിയഡ്സിന്റെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ചാർജ് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ സെക്ഷൽ എക്സൈറ്റ്മെന്റ് ഭയങ്കര കൂടുതലായിരിക്കും സബീനയ്ക്ക്. അങ്ങനെ തന്നെ ചില പേഷ്യൻസ് വന്ന് പറയാം, ഡോക്ടറെ മെൻസസിന് മുമ്പ് ഭയങ്കര പ്രശ്നമാണ്, ഐ എം വെരി സെക്ഷലി സ്റ്റിമുലേറ്റഡ്. പെണ്ണുങ്ങളാണ് വന്ന് പറയുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. ഫോർ ദാറ്റ് ദിസ് സബീന ഇസ് എ വെരി ഗുഡ് ഡ്രഗ്. നെക്സ്റ്റ് ഇസ് ഹെമറേജ് പാർട്ട്ലി ക്ലോട്ടഡ്. എങ്ങനെയായിരിക്കും ഹെമറേജ് വരുന്നത്? ദാറ്റ് ബി പാർട്ട്ലി ക്ലോട്ടഡ്. വേഴ്സ് ലീസ്റ്റ് മോഷൻ, ചെറുതായിട്ട് അനങ്ങുമ്പോൾ തന്നെ ഹെമറേജ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഫോർ ദാറ്റ് സബീന ഇസ് എ വെരി ഗുഡ് റെമഡി. നമുക്ക് അറിയാലോ 3rd മന്ത് അബോർഷൻ ഒക്കെ ഭയങ്കര ഇൻഡിക്കേറ്റഡ് റെമഡിയാണ് സബീന. നെക്സ്റ്റ് സീക്കേൽ കോർ. സീക്കേൽ കോർ നമ്മൾ നേരത്തെ കുറെ ഡിസ്ചാർജിന്റെ കാര്യവും യൂറിനറി സിംറ്റംസും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്തതിനകത്ത് പറയുന്ന ഒരു സിംറ്റം സീക്കേൽ കോറിന്റെ എന്താണ്? ഊസിങ് തിൻ വാട്ടറി ബ്ലഡ് അണ്ടിൽ നെക്സ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയുള്ളതായിരിക്കും? ഒന്നീ വാട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടറി പ്ലസ് ബ്ലഡി ഡിസ്ചാർജ് ആയിരിക്കും. അതാണ് സീക്കേൽ കോറിന്റെ ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ്. നെക്സ്റ്റ് ഈസ് തലാസ്പി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രഗ് ആണ് തലാസ്പി. ബ്ലീഡിങ് നിർത്താൻ നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അതായത് ടു ഫ്രീക്വന്റ് ആൻഡ് കോപ്പിയസ് മെൻസസ്, ഒരുപാട് ബ്ലീഡിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് അത് പേഷ്യന്റ് നോട്ട് അണ്ടർ കൺട്രോൾ ആണെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഇറ്റ് വിത്ത് ദിസ് തലാസ്പി. നെക്സ്റ്റ് ഇസ് ട്രില്ലിയം. ട്രില്ലിയം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? രണ്ടാഴ്ച കൂടുമ്പോൾ പേഷ്യന്റ് മെൻസസ് ആക്കുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്? ലുക്കോറിയ ബിറ്റ്വീൻ ദ പീരിയഡ്സ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പീരീഡ് ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് തലാസ്പി, സോറി വി ക്യാൻ തിങ്ക് ഓഫ് ട്രില്ലിയം. ട്രില്ലിയവും തലാസ്പി സാധാരണ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ഡ്രഗ്സ് ആണ്. ചെറിയ ചെറിയ ഡിഫറൻസിയേഷനേ ഉള്ളൂ. ഇനി നമുക്കൊരു പേഷ്യന്റ് വന്നു, ഒരു തരത്തിൽ ബ്ലീഡിങ് നിൽക്കുന്നില്ല, പേഷ്യന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ സിംറ്റം എടുക്കും, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ക്രോണിക് ദിസ് ടൈപ്പ് ഓഫ് മെട്രേജി ആൻഡ് ബ്ലീഡിങ് ഇസ് പ്രസന്റ്, നമുക്ക് ഒന്നും തലയിലോട്ട് വരുന്നില്ല. വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് വിസ്കം ആൽബം. വിസ്കം ആൽബം ഈ പറഞ്ഞ പോലെ ക്രോണിക് മെട്രേജിക്ക് അത് ഭയങ്കര ആക്ഷൻ ഡ്രഗ് ആണ് വിസ്കം ആൽബം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇനി നമുക്ക് കുറെ ഡ്രഗ്സ് ഉണ്ട്. സോ കുറച്ച് നമുക്ക് എല്ലാം കൂടെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് തലയിൽ വിൽ ബി ഗെറ്റിംഗ് സംതിങ് കൺഫ്യൂസ്ഡ്. എന്നാലും കുറച്ച് ഡ്രഗ്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് കുറച്ച് അക്യൂട്ട് ഡ്രഗ്സ് ആണ്. അതായത് ബെൽഡോണയൊക്കെ നമ്മൾ അധികം നമ്മൾ ബെൽഡോണ എന്ന് പറയുമ്പോൾ പനിക്ക് ഉപയോഗിക്കും, തലവേദനയ്ക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, സൈക്യാട്രിക്കകത്ത് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഡ്രഗ് ആണ് ബെൽഡോണ. നമ്മൾ ഈവൻ നമുക്ക് ചില കേസസ് ഒക്കെ വരുമ്പോൾ ഡ്രഗ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പല കേസസ് ഒക്കെ വന്നപ്പോൾ ഒരു കേസ് ഒരു കുട്ടിയുടെ വന്നത് ലഹരി അടിച്ച് കിറങ്ങി കാൽ ബോലായിട്ട് വന്ന്. ആയുർവേദം ദേ ഗീവ് സം ഡ്രഗ്സ് ലൈക്ക് മനോമിത്രം,
മാനസമിത്ര പടകം അതൊക്കെ കൊടുത്തത്. നോ, ദ പേഷ്യന്റ് ഇസ് നോട്ട് at all responding and is becoming violent and violent again. അവസാനം നമ്മൾ വി ഡോണ്ട് ഹാവ് എനി, നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നില്ല. ആൻഡ് ദ ബോയ് കെയിം വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ. അപ്പൊ അവരും വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. ഈ സിംപ്ലി ഗേവ് ദിസ് ബെൽഡോണ. പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കും ബെൽഡോണേസ്റ്റ് അമോണിയം ഹയോസിയാമസും ഒക്കെ സൈക്യാട്രിക്കിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. സത്യം ഞാൻ പറയാണ്, വിത്തൗട്ട് യൂസിങ്, ഇപ്പൊ യൂസിങ് നോട്ട് ഗോയിങ് ഫോർ എനി അലോപ്പത്തി ട്രീറ്റ്മെന്റ്, അലോപ്പത്തി ട്രീറ്റ്മെന്റ് പോകാതെയാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മെഡിസിൻ ആക്ട് ചെയ്യും. ഓക്കെ, സോ ബെൽഡോണയുടെ പ്രത്യേകത എന്താണ്? ബ്രൈറ്റ് റെഡ് ബ്ലഡ്. നമുക്ക് സാധാരണ നമ്മൾ ഈ ഫൈബ്രോയിഡ്സിനെല്ലാം നമ്മൾ നോക്കുമ്പോൾ യൂഷ്വൽ ഡ്രഗ്സ് എല്ലാം തന്നെ ഇരുണ്ട ബ്ലഡ് ആണ്. ഇരുണ്ട ബ്ലഡ്, കറുത്ത ബ്ലഡ്, വെള്ളം ചേർന്ന ബ്ലഡ്, ബ്രൈറ്റ് റെഡ്, ഇത് അങ്ങനത്തെ ബ്ലഡാ വരുന്നത്. പക്ഷെ ബ്രൈറ്റ് റെഡ്, നമ്മുടെ കൈ മുറിഞ്ഞ പോലത്തെ ബ്ലഡ് വരുന്നു, ഭയങ്കര ഹോട്ട് ആണ്. ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വന്നിട്ട് ദേ വിൽ ബി ഹാവിങ് ക്രാമ്പ് ലൈക്ക് പെയിൻ ദ അബ്ഡോമൻ, വയറിനകത്ത് കൊളുത്തും വിടും. ഇങ്ങനത്തെ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ബെൽഡോണ നമുക്ക് ചിന്തിക്കാം. നെക്സ്റ്റ് ഇസ് കൽക്കേരിയ കാർവ്. കൽക്കേരിയ കാർവ് നമുക്കറിയാം ടു ഏർലി ടു പ്രൊഫ്യൂസ് ഡിസ്ചാർജ് ആണ്. പെയിൽ സബ്ജക്ട്സ് നമ്മൾ നോക്കുമ്പോൾ HB നോക്കുമ്പോൾ ഭയങ്കര കുറവായിരിക്കും. പേഷ്യന്റ് എങ്ങനെയായിരിക്കും? ഒബസ് ആയിരിക്കും. പിന്നെ കോൾഡ് ഡാമ്പ് ഫീറ്റ്, ബോഡി തൊട്ട് നോക്കുമ്പോൾ ബോഡി പേഷ്യന്റ് പറയുന്നത് ഭയങ്കര തണുപ്പാണ്, ചില്ലിയാണ്, ഡാമ്പ് ആയിട്ടുള്ള ഫീറ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ കേസസിനകത്ത് ഒബസിറ്റിക്കുള്ള സാധ്യത, പേഷ്യന്റ് ഹാവ് എ ടെൻഡൻസി ടു ഒബസിറ്റി. ഒബസിറ്റി ഡ്രഗ്സ് രണ്ടെണ്ണം which is having very good action on this PCOD, fibroid and all that is one is gravitis and this calcarica. അത് രണ്ടും ഒരു ഗുണ്ട് പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ തിങ്ക് ഓഫ് then only go to any other consultant remedy. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോളോഫൈലം. കോളോഫൈലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറഗുലർ മെൻസസ് പ്ലസ് ഹെവി. ഇതിനകത്ത് വലിയ സ്ട്രൈക്കിംഗ് കൺകോമിറ്റന്റ് ഇല്ലാത്തതിനൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണേ. കെമോമില്ല ചമോമില്ല ഓർ കെമോമില്ല, എന്തായാലും ആ ഡ്രഗിന്റെ പ്രത്യേകതയാണ് പ്രൊലോങ്ഡ് പീരീഡ്. ഈ നമുക്ക് എന്താ പറ്റുക, ചിലപ്പോൾ ചില കേസസ് ഒക്കെ വരുമ്പോൾ ഇമോഷൻസ്, നമുക്ക് ഭയങ്കരമായിട്ട് മെന്റൽ സ്ട്രെസ് ഇമോഷൻസ് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആകുന്ന പീരീഡ് കുറച്ച് ഹെവി ആൻഡ് പ്രൊലോങ്ഡ് ആയിട്ട് വരുന്ന കേസസിൽ ചമോമില ആക്ട്സ് വെരി നൈസ്ലി. കാരണം ഇമോഷണൽ സ്ട്രെയിൻ കഴിഞ്ഞിട്ട് വരുന്ന ബ്ലീഡിങ്ങിന് ചമോമില ഈസ് ഹാവിങ് എ വെരി ഗുഡ് ആക്ഷൻ. ഓക്കെ, പിന്നെ ചമോമിലയുടെ ഒരു പ്രത്യേകത വെച്ചാൽ മെൻസസ് സമയത്ത് പേഷ്യന്റ് വിൽ ബി ഗ്രേറ്റ് ഇറിറ്റബിൾ, ഭയങ്കര ഇറിറ്റബിലിറ്റി. ഏറ്റവും കൂടുതൽ മെൻസസ് സമയത്ത് ഇറിറ്റബിലിറ്റി ഉള്ള 3 ഡ്രഗ്സ് ഏതാന്ന് ചോദിച്ചാൽ വൺ ഈസ് ചമോമില, സെക്കൻഡ് വൺ ഈസ് ലാക്ടസിസ്. പക്ഷെ ലാക്ടസിസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആള് കൂളാവും. പിന്നെ ഉള്ള ഡ്രഗ് എന്ന് വെച്ചാൽ നൈട്രിക് ആസിഡ്, ഭയങ്കര ഇറിറ്റബിൾ ഡ്രഗ് ആണ് നൈട്രിക് ആസിഡ്. ഫോർ ടൈം ഓഫ് മെൻസസ് ആയി കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ്ഡ് ആവും. അതിന്റെ കൂടെ അഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ് ആണ് ദിസ് ചമോമില. നെക്സ്റ്റ് ഇസ് ചൈന. ചൈനയുടെ പ്രത്യേകത എന്താണ്? ചൈനയുടെ പ്രത്യേകത വെച്ചാൽ ഇപ്പൊ പേഷ്യന്റ് ഇസ് കമ്മിങ് ആൻഡ് ടെല്ലിങ് അസ് ഇങ്ങനെ ക്ലോട്ട് ലംബായിട്ടാണ് പോകുന്നതെങ്കിൽ തിങ്ക് ഓഫ് ദിസ് ചൈന. ചൈന ഇസ് ഹാവിങ് എ വെരി ഗുഡ് ആക്ഷൻ ഫോർ ബ്ലഡ് ഇൻ ബ്ലാക്ക് ക്ലോത്ത്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ക്രോക്കസ് സറ്റീവസ്. അത് നമ്മൾ കേട്ടിട്ടുള്ള സാധനം. പക്ഷേ ഈ ക്രോക്കസ് സറ്റീവസിന്റെ ഡിസ്ചാർജ് പോലത്തെ ഡിസ്ചാർജ് ഒരു പേഷ്യന്റ് നമ്മുടെ തോന്നുന്നു പറയൂ എന്നുള്ളത് കൺഫ്യൂഷൻ ആണ്. കാരണം അതിനകത്ത് പറയുന്ന ഡിസ്ചാർജിന്റെ പ്രത്യേകത എന്താണ്? സ്ട്രിഞ്ചി, നൂല് പോലത്തെ ബ്ലാക്ക് ആയിട്ടുള്ള സ്ട്രിഞ്ചി ബ്ലഡ് ക്ലോട്ടഡ് പ്ലസ് സ്ട്രിഞ്ചി എന്നാണ് പറയുന്നത്. വേസ്റ്റ് ലീസ്റ്റ് മോഷൻ ഉള്ള 2 ഡ്രഗിൽ ഒന്ന് സബീനയും പിന്നെ രണ്ടാമത്തെ ഈ ക്രോക്കസ് സറ്റീവസും ആണ്. ഓക്കെ, സമയം ഏകദേശം 50 ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇന്ററാക്ഷൻ ഒരു 10 മിനിറ്റ്. ഓക്കെ, 10 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഫൈബ്രോയിഡിനെ കുറിച്ച് ഇത്രയും വളരെ വിശദമായി ഒത്തിരി മെഡിസിൻസിന്റെ ഇൻഡിക്കേഷൻ ആണ് ഡോക്ടർ പറഞ്ഞത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇത് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവർ, ഒട്ടും സമയമില്ല, 10 മിനിറ്റ് ആണ്. ഓരോരുത്തരായിട്ട് സമയം കളയാതെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് മാഡം. ഒന്നല്ല 2 പേര് ചെയ്തിട്ടുണ്ട്. സൂര്യ രാധാകൃഷ്ണൻ ഡോക്ടർ, സൂര്യ ഡോക്ടർ ചെയ്ത്. ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ, ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ ഡോക്ടർ? ശരി. ഓക്കെ ഡോക്ടറെ, ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ എല്ലാം ലോ പൊട്ടൻസിയിൽ തുടങ്ങി ഹൈ പൊട്ടൻസിയിലോട്ട് പോവോ അതോ സ്റ്റാർട്ടിങ് വിത്ത് ഹൈ പൊട്ടൻസി? അങ്ങനല്ല മേഡം, അത് എന്റെ ഒരു യൂഷ്വൽ സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റും എനിക്ക് സക്സസ് കിട്ടിയ കാര്യങ്ങൾ ഉള്ള ഒരു ഇതാ ഞാൻ പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഒരു ഫൈബ്രോയിഡ് പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ആ പേഷ്യന്റ് അക്യൂട്ട് ഡ്രഗ് കൊടുത്തിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെയിൽ ആവും.
പക്ഷെ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു ഗോ ഫോർ ദ കോൺസൾട്ട് പ്രിസ്ക്രിപ്ഷൻ. അപ്പൊ പേഷ്യന്റിന്റെ മൊത്തം സ്റ്റഡി ചെയ്ത് കറക്റ്റ് ആയിട്ട് എന്ത് അവസ്ഥയിലാണ് നിൽക്കുന്നത് അത് ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് വി ഗോ ഫോർ കോൺസൾട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ അത് ഹൈ പൊട്ടൻസിയെ കൊടുക്കാവുള്ളൂ. ഓക്കെ, ഓക്കെ ഡോക്ടർ. അപ്പൊ നമ്മളൊരു ഹൈ പൊട്ടൻസി കൊടുത്തു കഴിയുമ്പോൾ കേസ് ഓപ്പൺ അപ്പ് ആയി വരും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ സാധനത്തിന്റെ വളർച്ചയുടെ ആ സാധനം എന്ത് പരുവത്തിലിരിക്കുന്നു നോക്കണം. അത് കട്ടിയിലാണോ, ഭയങ്കര കട്ടിയിലാണോ, സോഫ്റ്റിലാണോ, അത് അലുത്തിരിക്കുവാണോ, ഏത് അവസ്ഥയിലാണോ നമുക്ക് നോക്കണം. നോക്കിയിട്ട് പിന്നെ ആ കൊടുക്കുന്ന ഡ്രഗ് ലോ പൊട്ടൻസി ഓർ മീഡിയം പൊട്ടൻസി ആണ് എപ്പോഴും നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ ഡോക്ടർ. സോയ ഇപ്പം ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തു, പക്ഷെ ഇപ്പൊ കാണുന്നില്ലല്ലോ, ഔട്ടായി പോയോ? ഡോക്ടർ സോയ ഇപ്പം ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, കാണുന്നില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം, അഭിപ്രായം, ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ആരും ഒന്നും പറയുന്നില്ലേ? ശരിക്കും നമ്മുടെ ഈ ഗ്രൂപ്പ് ഒക്കെ കുറച്ചുകൂടെ എന്താ പറയാ ഉഷാറായിട്ട് എല്ലാരും പുറത്തേക്ക് വരണം. നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ പോലെ ഒരാൾ ഇരുന്ന് പറയും, ബാക്കിയുള്ളവർക്ക് അങ്ങനത്തെ അല്ല. നമുക്ക് എല്ലാവരും എന്താ പറയുന്ന ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനായ കുറച്ചുകൂടെ നന്നായിരിക്കും. നമസ്കാരം ഡോക്ടറെ, ഞാൻ ഡോക്ടർ അനിൽകുമാർ. നമസ്കാരം. ഡോക്ടറെ, നമ്മുടെ എല്ലാ മിക്ക ഫൈബ്രോയിഡ് കേസുകളിലും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ, അതായത് നമുക്ക് ഭയങ്കര ഹെവി ബ്ലീഡിങ്, അതായത് ഒരു പീരീഡ് കഴിയുന്നതിന് മുമ്പേ അടുത്ത പീരീഡ് വരും. നമ്മൾ മെഡിസിൻ കൊടുത്താലും പലപ്പോഴും കൺട്രോൾ ആവാറില്ല. ഡോക്ടർ എക്സ്പീരിയൻസ് എന്താണ്? അതെ സാറേ, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ബ്ലീഡിങ്ങുമായിട്ട് പേഷ്യന്റ് വരുമ്പോൾ, അതാ ഞാൻ ഫസ്റ്റേ പറഞ്ഞത്, ബ്ലീഡിങ്ങുമായിട്ട് പേഷ്യന്റ് വരുമ്പോൾ ഒരിക്കലും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ മെഡിസിൻ കൊടുത്താൽ കേസ് ഫ്ലോപ്പ് ആവും. എന്റെ അനുഭവത്തിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ആ കേസിന് നമ്മൾ അവിടെ ബ്ലീഡിങ് ഉടനെ സ്റ്റോപ്പ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നതിലോട്ട് ഫോക്കസ് ചെയ്യേണ്ട. ഗോ ഫോർ ദ കോൺസൾട്ടറി പ്രിസ്ക്രിപ്ഷൻ. ആദ്യം നമ്മൾ കോൺസൾട്ടറി പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് അവിടെ നിൽക്കും. ഉറപ്പാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഐ ഗേവ് സം കേസസ്. കാരണം ഞാനും ഒക്കെ നമ്മൾ തുടക്ക സമയത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലീഡിങ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് എങ്ങനെയാ ബ്ലീഡിങ് അങ്ങ് നിർത്തി കൊടുക്കണം പേഷ്യന്റ്. കാരണം പേഷ്യന്റ് പെട്ടെന്ന് നിർത്തി എന്ന് പറയുമ്പോൾ അത് ലോങ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. കാരണം ബ്ലീഡിങ് എന്ന് പറയുന്ന ഇറ്റ്സ് സൈൻ, അകത്ത് എന്തോ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പുറത്ത് കിട്ടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്. അപ്പൊ ആ ബ്ലീഡിങ്ങിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് കേസ് പോയി. പിന്നെ നമുക്ക് അതിനൊന്നും കിട്ടാനില്ല. മനസ്സിലായി? അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ബ്ലീഡിങ് ഇല്ലായിട്ട് വീണ്ടും ബ്ലീഡിങ് ആയിട്ട് പുറത്തേക്ക് വരും. അതല്ല അവിടെ ചെയ്യേണ്ടത്. അവിടെ ചെയ്യേണ്ടത് ആ കോൺസൾട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ബ്ലീഡിങ് കുറച്ച് നിൽക്കും, പക്ഷെ പിന്നെയും ബ്ലീഡിങ് വരും. പിന്നെ നമുക്ക് ബ്ലീഡിങ് കിട്ടും, സിംറ്റം കിട്ടും. പിന്നെ നമ്മൾ പതുക്കെ ആ ബ്ലീഡിങ്ങിന്റെ ഡിസ്ചാർജിന്റെ ക്വാളിറ്റി എടുത്ത്, ടിഞ്ചേഴ്സ് യൂസ് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. ആ ഡിസ്ചാർജിന്റെ ക്വാളിറ്റി എടുത്തിട്ട് നമ്മൾ അതിനുള്ള അക്യൂട്ട് റെമഡീസ് കണ്ടുപിടിച്ച് അത് പിന്നീട് കൊടുത്താൽ മതി. ഫസ്റ്റ് യു ഗോ ഫോർ ദ കോൺസൾട്ട് പ്രിസ്ക്രിപ്ഷൻ. അല്ലെങ്കിൽ കേസ് ഫ്ലോപ്പ് ആവും, ഉറപ്പാണ്. സക്സസ് ആവില്ല. ബിക്കോസ് അഡിനോമയോസിസ് ഹോമിയോപ്പതിക്കകത്ത് ക്യൂർ ആവോ എന്ന് ചോദിച്ച് കളിയാക്കിയ എത്രയോ ഡോക്ടർമാരുണ്ടെന്ന് പറയാം. നിങ്ങളുടെ ഹോമിയോപ്പതി കൊണ്ട് അഡിനോമയോസിസ്, ഐ ആം ഡാം ഷുവർ ഐ ഗിവ് യു കേസസ്. അഡിനോമയോസിസ് സുഖമായിട്ട് നമ്മുടെ ഹോമിയോപ്പതി കൊണ്ട് ക്ലിയർ ആവും. എൻഡോമെട്രിയോസിസ് ഉറപ്പായിട്ട് നമ്മുടെ കൊണ്ട് ക്ലിയർ ആവും. എന്തുകൊണ്ടാ? എൻഡോമെട്രിയോസിസ് ഒക്കെ പറഞ്ഞ എന്തോ സംഭവം? ഇൻഫ്ലമേഷൻ ഓഫ് ദി യൂട്രൻ മെംബ്രെയിൻ. അകത്ത സാധനം ഇൻഫ്ലെയിംഡ് ആയി. ആ സാധനത്തിന് എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ അഡിനോമയോസിസ്, ഈ പറഞ്ഞ സാധനത്തിനകത്ത് നമ്മുടെ ബെലഡോണെ പോലെയും നമ്മുടെ സൈലീഷ്യെ പോലെയും വേറെ ഡ്രഗ് അലോപ്പതിയിൽ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഡോക്ടർ പറഞ്ഞല്ലോ 2.5 സെന്റിമീറ്റർ വരെയുള്ള, അതായത് 2.5 സെന്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡ്. എനിക്ക് 7.5-8 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ഒരു കേസില് 7 സെന്റിമീറ്റർ ഉണ്ട്. അതിന് 3 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അത് ഏകദേശം 2.5 സെന്റിമീറ്റർ ആയിട്ട് കുറഞ്ഞു. റിപ്പോർട്ട് 2.5. അത് എനിക്ക് കിട്ടിയ റിസൾട്ട് തിയോസിനാമിനും 3X-ലായിരുന്നു. തിയോസിനാമിൻ is also very good drug. കാരണം തിയോസിനാമിനുള്ള ഡോക്ടർ പറഞ്ഞില്ല, തിയോസിനാമിനും 3X ഭയങ്കര എഫക്റ്റീവ് ആണ്. ഉണ്ട് നമ്മുടെ ട്രഷറിൽ ഇനിയും ഉണ്ട്, നമ്മുടെ വജ്രായുധങ്ങൾ ഇനിയും ഉണ്ട്. പിന്നെ ഞാൻ കണ്ടെത്തിയ ഒരു മെഡിസിൻ ഉണ്ട്, അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് എപ്പിഹിസ്റ്ററിനം 30. സാർക്കോഡ് അല്ലേ അത്? അതെ. അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. പിടിച്ചു കെട്ടിയുള്ള ബ്ലീഡിങ് നിൽക്കും. അപ്പൊ അതൊന്ന് ഡോക്ടർ ട്രൈ ചെയ്ത് നോക്കാം. എപ്പിഹിസ്റ്ററിനം വേണ്ടത്തുള്ള മെഡിക്കൽ സ്റ്റോറിലൊന്നും ഇല്ല, ഞാൻ ഡയറക്റ്റ് വരുത്തിയായിരുന്നു. ഓക്കെ. ഈ തയോസിയാമിൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര അഷ്യൂർ ഡ്രഗാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈലീഷയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഡ്രഗാണ് തയോസിയാമിൻ. എന്താണ്? ബിക്കോസ് ഈ സാധനങ്ങളെ അലിയിച്ച് കളയും.
ഫൈബ്രസ് അതെ അതെ ഡെപ്പോസിറ്റ് അതെ അതെ അലിയിച്ച് കളയും. നമ്മുടെ ഇത് അലിയിച്ച് ഇത് കളയും. ഭയങ്കര അതിന് ഭയങ്കര ആ എഫക്റ്റാണ്. കീലോട് ഈ പോലും അലി അലിയിക്കുന്ന സാധനമാണ്. അലിയിച്ച് കളയുന്ന ഡ്രഗിനകത്ത് ഏറ്റവും പ്രധാനമാണ് വൺ ഈസ് ദിസ് അസറ്റിക് ആസിഡ്, സൈലീഷ്യ, തിയോസിയാമിനം. വെരി ഗുഡ് ഡ്രഗ്സ് ആണ്. എപ്പിഗസ്റ്റിനെ ഞാൻ ഇപ്പൊ സാർ പറഞ്ഞപ്പോഴാണ് ഐ ഗോട്ട് ദ പോയിന്റ്. ഇറ്റ്സ് നൈസ്. സജഷൻ ഇസ് നൈസ്. വെരി വെരി എഫക്റ്റീവ്. ഞാൻ പല കേസുകളിലും പരാജയത്തിലോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് തപ്പി കണ്ടുപിടിച്ചാണ്. ഞാൻ ഇതിനു മുമ്പേ ഇതിനും ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര എഫക്റ്റീവ് ആണ്. പല മെഡിക്കൽ സ്റ്റോറിലും ഇല്ല. നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മുടെ ഹോമിയോ ഡീലിലോ എല്ലാം കോൺടാക്ട് ചെയ്ത് അവർ ഏത് ഡോക്ടറുടെ പേരെന്താണ്? എന്റെ പേര് ഡോക്ടർ, ഞാൻ IFPH ട്രഷററാണ്. അതിന്റെ പേര്, സാറിന്റെ പേര്? ഡോക്ടർ അനിൽകുമാർ. അനിൽകുമാർ. ട്രിവാൻഡ്രത്ത്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ പിന്നെ മറ്റേ റെപ്സ് ഒക്കെ ഉണ്ടല്ലോ കുറെ, അവരുടെ അടുത്ത് തപ്പി പിടിച്ച അല്ലല്ല, ഹോമിയോ ഡീലിൽ കോൺടാക്ട് ചെയ്ത് അവർ ഡയറക്റ്റ് വരുത്തി തരും. അവര് കൊണ്ടുതരും. സെന്റ് ജോർജിലുണ്ട്, സെന്റ് ജോർജിൽ. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, സോയപ്പൻ ഡോക്ടർ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. അതുപോലെ ഒന്നുകൂടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഡോക്ടർ കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പമുണ്ട്. ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമോ സോയപ്പൻ? ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഹാൻഡ് റൈസ് ചെയ്യാൻ അല്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ശരി, ഇനി ശരിയാക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. പറഞ്ഞു. ഞാൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു സൂര്യ ഡോക്ടർ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് പറയാനുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ഇച്ചിരി കൊണ്ട് ഒന്ന് അടുക്കി പറക്കി തന്നതല്ലോ. അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ അടുക്കി പറക്കി പറഞ്ഞു ഇല്ലേ? ഒന്നുകൂടെ ഇറക്കി പഠിക്കി ഇച്ചിരിയും കൂടെ ഒന്ന് നമുക്ക് ഓർമ്മയിലോട്ട് വരാനുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഈ ഒരുപാട് ഡ്രഗ്സ് പറയുമ്പോൾ നമ്മുടെ തലയിൽ നിൽക്കത്തില്ല. കുറച്ച് നമ്മൾ സ്ട്രൈക്കിംഗ്, നമ്മുടെ OP-യിൽ കിട്ടുന്ന നമുക്ക് അവൈലബിൾ ഡ്രഗ്സ്, ഇപ്പൊ കുറെ ഡ്രഗ്സ് ഉണ്ട് നമുക്ക് ഈ പറഞ്ഞവർക്ക് അവൈലബിൾ അല്ലാത്ത ഒരുപാട് ഡ്രഗ്സ് ആക്ഷൻ ഉള്ളതുണ്ട്. പക്ഷെ കിട്ടാത്ത ഡ്രഗ്സ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഡ്രഗ്സ് പറയുമ്പോൾ നമ്മുടെ മെമ്മറി നിൽക്കും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുത്തിട്ട് പിന്നെ മീഡിയം അതെന്താ ചെയ്യണമെന്ന് അറിയാം മാഡം? നമ്മള് ഗോ ഫോർ ദ കോൺസൾട്ട് പ്രിസ്ക്രിപ്ഷൻ ഫസ്റ്റ്. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. കാരണം എന്ന് വെച്ചാൽ ആ പേഷ്യന്റ് തോട്ട് പ്രോസസ്സിനെ കറക്റ്റ് ചെയ്ത് വിടുമ്പോൾ പിന്നെ ഗ്രോത്ത് പിന്നെ പ്രൊസീഡ് ചെയ്യത്തില്ല. വി ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ് ദർ. ആ ഗ്രോത്തിന്റെ പ്രൊസീഡിംഗ് പ്രോസസ്സിനെ നമുക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഈ ഇരിക്കുന്ന സാധനത്തിന് നമുക്ക് ചുരുക്കിയെടുക്കണം. ഇസ് ഇറ്റ്? അത് നമ്മൾ ചുരുക്കിയെടുക്കണം. പിന്നെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഹാവിംഗ് എ ട്രോമ ടു ദ എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതിനെ ഹീൽ ചെയ്യാൻ വി ഹാവ് ടു ഗോ ഫോർ എ ബയോകെമി. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോൾ ദ കേസ് ഷുഡ് ബി ഹീൽഡ് ഫോർ എവർ. നമുക്കിപ്പോ ഒരു കേസ് വന്നാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബ്ലീഡിംഗ് റെമഡീസ് വരുമ്പോൾ നമ്മൾ ഡോണ്ട് തിങ്ക് ഓഫ് ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് ഫുൾ സ്റ്റോപ്പ് ആസ് സൂൺ ആസ് പോസിബിൾ. ദാറ്റ് ഈസ് എ റോങ് തോട്ട്. അത് നമ്മൾ മണ്ടൻ തോട്ടാണ്. അത് അങ്ങനെ അല്ല. We have to bring the case to success. After 4-5 months എടുക്കുമ്പോൾ the patient symptoms എല്ലാം relieved ആയിരിക്കണം. The size of the growth should decline. Patient എന്താ പറയുന്നത്, ഒരു പേഷ്യന്റെ മെന്റൽ സ്റ്റാറ്റസ് will be on a good status level. അത് ആ ലെവലിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ we are on the success story. Okay. Thank you. Okay. അപ്പോൾ ഏകദേശം നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടറെ. എന്തായാലും ഒത്തിരി മെഡിസിൻ അതൊന്നും ഈ പറഞ്ഞ പോലെ അടുക്കി പറക്കി വെക്കാൻ പറ്റി. നമുക്കിനി എന്തെങ്കിലും ഒരു കേസ് വന്നാൽ ഇതിലേത് വരും എന്നുള്ളത് നോക്കിയാൽ മതി. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഒരു കാര്യം ഒരു കാര്യം എനിക്ക് എന്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ ഷെയർ ചെയ്തോട്ടെ. 2 കാര്യങ്ങൾ. ബിക്കോസ് നമ്മൾ ഈ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ഭയങ്കര നമ്മൾ ഡോക്ടേഴ്സ് എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് താങ്ക്സ് ഗിവിംഗ് നമ്മുടെ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളെ നേച്ചറിനോടായാലും നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ ഷോർട്ട് കമ്മിങ്സ്, നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നു, ഫുഡ് കഴിക്കാൻ പറ്റുന്നു, സോ ഫീൽ വെരി ഹാപ്പി. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ IFPH-നകത്ത് എന്നുള്ളത് നമ്മുടെ സാറ് ധനേഷ് സാർക്ക് ഭയങ്കര സപ്പോർട്ടീവ്. അതിനപ്പുറം എനിക്ക് അതേപോലെ അപ്പുറം നല്ല ഈക്വലന്റ് ആയിട്ട് പറയാനുള്ള സാറാണ് മനോജ് സാറ്. നമുക്ക് ഒരു ഡോക്ടറിന് മറ്റൊരു ഡോക്ടറിനെ പ്രൈസ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ കൂടുതൽ ഒരു ഡോക്ടർ നന്നായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുകയോ പ്രാക്ടീസ് ചെയ്യോ ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോഴും ഇറ്റ്സ് വെരി ഗുഡ് ഷേക്ക് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. മനോജ് സാർക്ക് എന്തൊരു സപ്പോർട്ടീവ് ചെയ്യാനാണെങ്കിൽ മനോജ് സാറിന് കുശുമ്പ് സെന്റർ മൊത്തം അടിച്ചു പോയൊരു ഡോക്ടറാണ്. കാരണം സാറ് എപ്പോഴും നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യും, യു ഡു ദാറ്റ്,
നിത്യ ഡോക്ടറെ ചെയ്യും നമുക്കത് പുറത്തു കൊണ്ടുവരാം, നമുക്ക് അത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പോലെ എന്താ പറഞ്ഞ ഇച്ചിരി ഒന്ന് ചെയ്യാൻ താല്പര്യമുള്ള ഡോക്ടർമാരെ ഭയങ്കരമായിട്ട് മനോജ് സാർ സപ്പോർട്ട് ചെയ്തു. സാർ ട്രിവാൻഡ്രത്തോളം നമുക്ക് ഭയങ്കര ഉപകാരമാണ്. അതേപോലെ ഒരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാർ IFPH-ലൊക്കെ എനിക്ക് ആരെയും പരിചയമൊന്നുമില്ല, ആരൊക്കെയോ വാട്സപ്പിലൊക്കെ എന്റെ ക്ലാസ് കൊള്ളാം, നന്നായിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബൂസ്റ്റപ്പ് ആവുക, നമുക്ക് കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്യണം, കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണം, ഇങ്ങനെ നമ്മളും കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ആവും. ഓക്കെ, താങ്ക് യു മാഡത്തിനും. ഓക്കെ താങ്ക്സ്. ഓക്കെ, ഞങ്ങൾ ഇനിയും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ധനേഷ് ഓക്കെ. ഡോക്ടറെ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. വളരെ നല്ല ഒരു പ്രസന്റേഷൻ തന്നെ ആയിരുന്നു. നമ്മൾ ഈ ഷോർട്ട് ടൈമിൽ നാളെ ഒരു ക്ലാസ് എടുക്കണമെന്ന് പറയുമ്പോൾ ശരി ഞാൻ വരാം, വരികയും വന്ന് 1 മിനിറ്റ് പോലും കളയാതെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് തന്നെ നമ്മുടെ ആ നോളജിന്റെ ഡെപ്ത് ആണ് കാണിക്കുന്നത്. തീർച്ചയായും ധനേഷ് ഡോക്ടറെ നിത്യ ഡോക്ടർക്കുള്ള നന്ദി കൂടി. തീർച്ചയായും നമ്മുടെ IFBHന്റെ ഈ വേദിയിൽ വന്ന് വളരെ മെറ്റീരിയ മെഡിക്കയുടെ ഒരു മറ്റൊരു മുഖം തന്നെ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുകയും അതെല്ലാവരുടെയും മനസ്സിൽ പതിയത്തക്ക രീതിയിൽ തന്നെ പറയുകയും ചെയ്ത നിത്യ ഡോക്ടർക്കും, അതുപോലെ തന്നെ ഹോമിയോപ്പതി വളരണമെന്ന് മനസ്സിന്റെ ഉള്ളിൽ അതിയായ മോഹമുള്ള നിത്യ ഡോക്ടറും ഒരിക്കൽ കൂടി എന്റെ പേരിലും നന്ദി. എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു. ബൈ. ഒത്തിരി പേര് വളരെ നല്ല ക്ലാസ് ആയിരുന്നു, എക്സലന്റ് ക്ലാസ് ആയിരുന്നു, വെരി ഗുഡ് ക്ലാസ് ഒക്കെ കമന്റുകൾ വരുന്നുണ്ട് ഡോക്ടറെ. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. താങ്ക്സ്. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുകയും ഏത് സമയം പറഞ്ഞാലും വിളിച്ചാലും ഡോക്ടർ ഓടി വരികയും ചെയ്യുന്ന നിത്യ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.